എസ്തറിൻ്റെ പുസ്തകം 2:18 എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കുക, പ്രാർത്ഥനയോടെ ഇരിക്കുക. എസ്തർ 2:18 രാജാവ് തൻ്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും എസ്തേറിൻ്റെ വിരുന്നായിട്ട് ഒരു വലിയ വിരുന്ന് കഴിച്ചു. അവൻ സംസ്ഥാനങ്ങൾക്ക് ഒരു വിമോചനവും കൽപ്പിച്ചു. രാജപദവിക്കൊത്തവണ്ണം സമ്മാനങ്ങളും കൊടുത്തു. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ വചനത്തിനാൽ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം സംസാരിക്കുവാൻ അടിയന് കൃപയും ജ്ഞാനവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രക്തത്താടിൽ കഴുകി ശുദ്ധീകരിച്ച് കൃപയിലും നിറയ്ക്കണം. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ അന്ധകാര ശക്തിയിലെ ദേശാധിപതിയുടെ ശക്തികളെയും സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് ഭർസിച്ച് മാറ്റുന്നു. അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവിടെ ആരും അലസ്യമായിരിക്കാതെ കേൾക്കുന്നവൻ വിടുതൽ സംഭവിക്കുക. ആരും അലസ്യമായിരിക്കാതെ കേൾക്കുന്ന വചനത്തിൻ്റെ മേൽ അത്ഭുതം സംഭവിക്കുക. ഇന്ന് എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഇന്ന് വന്നവരാരും വെറുതെ അനുവദിക്കരുത്. ഈ ശബ്ദം കേൾക്കുന്ന ചാനലിലൂടെയോ മീഡിയയിലൂടെയോ മന്നാറ്റിലൂടെയും കേൾക്കുന്ന സകലവർക്കും വലിയൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തൻ്റെ മക്കളോട് സംസാരിക്കണമേ. ഇന്ന് മാനുഷ്യമായ ശബ്ദമല്ല, ദൈവ ശബ്ദത്തിന് വേണ്ടി ഇന്ന് ആരുമായിക്കോട്ടെ ഇത് കേൾക്കുന്ന ഏത് ഹൃദയത്തിനകത്ത് വ്യാപരിക്കുന്ന വചനത്തിൻ്റെ മേൽ മർമ്മങ്ങൾ വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടികളെ താഴ്ത്തുന്നു. അദൃശ്യനായ ശബ്ദം വെളിച്ചം എല്ലാം അങ്ങ് നിയന്ത്രിക്കണം. യേശു ക്രിസ്തു നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇവിടെ വായിച്ചത് എസ്തറിന്റെ പുസ്തകമാണ്. 18 വായിച്ചത്, രാജാവ് തൻ്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും എസ്തറിന് വിരുന്നായിട്ട് ഒരു വലിയ വിരുന്ന് കഴിച്ചു. അവൻ സംസ്ഥാനങ്ങൾക്കൊരു വിമോചനവും കൽപ്പിച്ചു. രാജപദവിക്ക് ഒത്തവണ്ണം സമ്മാനങ്ങൾ കൊടുത്തു. രാജപദവിക്ക് ഒത്തവണ്ണം സമ്മാനം കൊടുത്തു. നിന്റെ രാജപദവിക്ക് ഒത്ത സമ്മാനം കിട്ടും. പദവിക്കനുസരിച്ചുള്ള സമ്മാനം കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയ്ക്കനുസരിച്ച് സമ്മാനം വരുന്നുണ്ട്. പദവിക്ക് ഒത്ത രാജ്ഞിക്ക് പദവി കൊടുത്തു. എന്ത് പദവി? ഭാര്യ എന്നൊരു പദവി. ആ പദവി കൊടുത്തത് ഒരു രാജ്യത്തിൻ്റെ രാജാവിൻ്റെ ഭാര്യ എന്ന പദവി. അപ്പോൾ പദവി കിട്ടിയപ്പോൾ സമ്മാനങ്ങളും രാജാവിൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ് സമ്മാനം കിട്ടിയത്. ഭാര്യ ആവാത്തപ്പോഴൊന്നും കിട്ടിയില്ല. നീ ദൈവത്തിൻ്റെ ദാസിയാകുമ്പോൾ, ദാസനാകുമ്പോൾ നിനക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ദൈവ പൈതലെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയി തീരണം. ഒന്നും ആവാതിരുന്ന നമുക്കൊന്നും കിട്ടത്തില്ല. നമ്മൾ ആരെങ്കിലും എന്തൊക്കെ ആയി തീരണം. അങ്ങനെ ആയാൽ പറ്റൂല, എന്തെങ്കിലും ആയാൽ പറ്റൂല. നമ്മൾ ദൈവത്തിൻ്റെ മകനായിട്ടോ മകളായിട്ടോ തീരുമ്പോൾ, ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു, ഞാൻ യേശുവിനെ എൻ്റെ അപ്പനായിട്ട് സ്വീകരിക്കുന്നു എന്ന് പറയും പദവിയാണ്. അപ്പൻ മകളായി അംഗീകരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പദവിയിലേക്ക് കൊണ്ടുവരുമ്പോൾ സമ്മാനങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഈ വരും ദിവസങ്ങളിൽ 8-ാം മാസം സമ്മാനങ്ങൾ വന്ന് കയറുന്നുണ്ട്. 8-ാം മാസം നിങ്ങൾക്ക് സമ്മാനങ്ങൾ വരുന്നുണ്ട്. ദൈവമക്കളെ, നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സമ്മാനങ്ങൾ വരുന്നുണ്ട്. ആ സമ്മാനം ഏത് രൂപത്തിൽ വേണോ വരാം. നിങ്ങൾ ചിരിച്ചുകൊണ്ടെന്ന് സന്തോഷത്തോടെ കരം അടുക്കിയെടുക്ക്, അത് പ്രാപിച്ചെടുക്ക്. സമ്മാന സന്തോഷത്തോടെ നിങ്ങൾ പ്രാപിക്കത്തക്ക വണ്ണം അത് പിടിച്ചെടുക്ക്. ഹല്ലേലൂയ. സമ്മാന പദവിക്കനുസരിച്ച്, രാജ പദവിക്ക് ഒത്തവണ്ണം സമ്മാനങ്ങൾ കൊടുത്തു. നിന്റെ പദവിക്ക് അനുസരിച്ച് ദൈവം തരുന്ന അർഹത നിങ്ങളെ ഏത് നിലവാരത്തിൽ നിർത്തുന്നുണ്ടോ അതനുസരിച്ചുള്ള സമ്മാനങ്ങൾ നിങ്ങൾക്ക് ദൈവം തരുന്നുണ്ട്. 2-ാം പ്രാവശ്യവും കന്യകമാരെ ശേഖരിച്ചപ്പോൾ മൊർദെഖായി രാജാവിന്റെ വാതിൽക്കൽ ഇരുന്നിരുന്നു. മൊർദെഖായി എവിടെയായിരുന്നു? രാജാവിന്റെ വാതിൽക്കൽ ഇരുന്നു, അനുസരിച്ചു പോന്നു. ആ കാലത്ത് രാജാവിന്റെ വാതിൽക്കൽ ഇരുന്ന മൊർദെഖായി കൽപ്പിച്ചതുപോലെ എസ്തർ തന്റെ കുലവും ജാതിയും അറിയിക്കുകയായിരുന്നു. എസ്തർ മൊർദെഖായിയുടെ അടുക്കൽ വളർന്ന പോലെ പിന്നെയും
അവന്റെ കൽപ്പന വായിച്ചോ 21 അനുസരിച്ചു പോന്നു. അക്കാലത്ത് മോർദെഖായി രാജാവിന്റെ വാതിൽക്കൽ ഇരിക്കുമ്പോൾ വാതിൽ കാവൽക്കാരിൽ രാജാവിന്റെ രണ്ട് ഷണ്ഡന്മാരായ രണ്ട് ഷണ്ഡന്മാർ എവിടെ ഉണ്ടായിരുന്നു? പേര് ബിഗ്ദാനും തേരസും കൃത്തിച്ച് അഹശ്വേരോശ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ തരം അന്വേഷിച്ചു. നോക്കിയ കാവൽക്കാരനായി മോർദെഖായി എന്ന സമയത്ത് വെളിയിൽ ഒരാള് വെളിയിലുണ്ടായിരുന്നു. എന്നാൽ ആ കാലത്ത് രാജാവിന്റെ വാതിൽക്കിരിക്കുമ്പോൾ തന്നെ വാതിൽ കാവൽക്കാരുന്ന സമയത്ത് രാജാവിന്റെ രണ്ട് ഷണ്ഡന്മാർ ബിൽഖദാനും തേരസും കൃത്തിച്ചു. രാജാവിന് എതിരായിട്ട് തീരുന്നുണ്ട്. ശത്രു രാജാവിന് എതിരായിട്ട് സംസാരിച്ചത്, ശത്രുത്വം ഉണ്ടാക്കിയത് ആര് മനസ്സിലാക്കി? ആര് കണ്ടു? മോർദെഖായി കണ്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ഒരാളിന് എതിരായിട്ട് കാണുമ്പോൾ, ഒരു വ്യക്തിക്കെതിരായിട്ട് എതിര് പറയുമ്പോൾ അടുത്തിരിക്കുന്ന വ്യക്തിയിലൂടെ ദൈവം സംസാരിക്കുന്നത് സ്വർഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മറ്റുള്ളവർക്കെതിരായിട്ട് സംസാരിക്കുമ്പോൾ രാജകൊട്ടാരത്തിൽ നിന്നും രാജഭോജനവും കഴിച്ചും കൊണ്ട് രാജാവിന് ഇട്ട് തന്നെ പണി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നിന്നെ വെറുതെ വിടത്തില്ല. കാര്യം എന്താണ്? ഇത് മറ്റുള്ളവരുടെ വെളിപ്പെടുത്തി കൊടുക്കും. അപ്പോൾ രാജാവിന് എതിരായിട്ട് വിരോധമായി കണ്ട അനുഭവം പ്രത്യേകിച്ചും വേറെ ആർക്കും എതിരായിട്ടില്ല. പണി കൊടുക്കണമെങ്കിൽ രാജാവിന് തന്നെ പണി കൊടുക്കണം, അല്ലേ? അപ്പോൾ നമ്മൾ അറിയുന്നത് ഇത് കേൾക്കൂല, ഇത് ആരും അറിയൂല, ഇത് ആരും അറിയാൻ പോകണില്ല, കേൾക്കുന്നില്ല എന്ന് നമ്മളെ മനസ്സിൽ തോന്നലാണ്. പക്ഷെ നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ ആരും നിൽക്കണം നിങ്ങൾ അറിയത്തില്ല. പക്ഷെ ദൈവം ചിലവരവിടെ നിർത്തിയിട്ടുണ്ട്. ദൈവം ചില വ്യക്തികൾ അടുത്ത് നിർത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം ചില വ്യക്തികളെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഇതാര് കേട്ടു? രണ്ടുപേർ പറയുന്നത് ബിൽഖദാനും തേരസും കൃതിച്ച് അഹശ്വേരോശ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ, രാജാവിനെ ഒതുക്കുവാൻ, കയ്യേറ്റം ചെയ്യുവാൻ അവർ തരം അന്വേഷിച്ചു. ഈ കാര്യം ആര് മനസ്സിലാക്കി? ഈ പറയുന്ന കാര്യം രണ്ടുപേര് രഹസ്യം പറയുന്ന കാര്യം സൂത്രത്തിൽ സ്വർഗത്തിലെ ദൈവം അപ്പൻ കൂടെ ഉള്ളത് കൊണ്ടാണ് കൂടെ നിന്ന് മോർദെഖായിക്ക് ചെവി കൊടുത്തത്. അപ്പോൾ മനസ്സിലാക്കണം, ദൈവദാസന്മാർക്ക് സംസാരിക്കുമ്പോൾ അടുത്തിങ്ങനെ ദൈവ പൈതൽ ചെവി കൊടുക്കണം. ഇത് കേട്ടിട്ട് പാസ്റ്ററെ ഇങ്ങനെ ഇട്ട് നമുക്കൊരു പണി തരാൻ പോവുകയാണ്, സൂക്ഷിക്കണം, നമ്മളെ അതിനുമ്പേ ഇവരെ പിടിച്ചോളണം, അല്ല കൂടെ നിന്ന് കളയല്ലേ. ദൈവദാസന്മാർക്ക് പണി തരാൻ പോകുമ്പോൾ അടുത്ത് നിന്നുകൊണ്ട് എല്ലാം ശ്രദ്ധിച്ച് കേട്ടിട്ട് കൃത്യമായിട്ട് ഞെത്തിച്ചോളണം. ഹല്ലേലൂയ. കേട്ടിട്ട് കേൾക്കാതെ പോകരുത്. അപ്പോൾ ദൈവദാസന്മാർക്ക് ദൈവമക്കൾക്കെതിരായിട്ട് ശത്രു പണി ഒരുക്കുമ്പോൾ അത് കൃത്യമായിട്ട് കേൾക്കേണ്ട രീതി തന്നെ കേൾക്കണം. പറയുന്നവർ മനസ്സിലെന്താണ്? ആ സമയത്ത് അവർ ദൈവത്താകുന്ന രാജാവിന് എതിരായിട്ട് സംസാരിച്ചു. കയ്യേറ്റം ചെയ്യേണ്ടതിന് അവരന്വേഷിച്ചു. തരം അന്വേഷിച്ചു എന്ന് വെച്ചാൽ തക്കം അവരന്വേഷിച്ചു. എന്നാൽ മോർദെഖായി കാര്യമറിഞ്ഞ് എസ്തർ രാജ്ഞിക്ക് അറിവ് കൊടുത്തു. എസ്തർ ഈ കാര്യം അറിഞ്ഞ ഉടനെ തന്നെ എസ്തർ മോർദെഖായി രാജകൊട്ടാരത്തിലെത്തിക്കണം. രാജാവിനെ തക്കം കിട്ടിയ ഒതുക്കാൻ വേണ്ടി രണ്ടുപേരും ഗൂഢാലോചന ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് രാജാവ് ആരാണ്? രാജ്ഞിയെ ഇനിയിപ്പം രാജകൊട്ടാരത്തിലോട്ട് കയറ്റി അവിടെ താമസിക്കുന്ന അതിനുള്ള സാഹചര്യം ഒരു രാജാവിന് എതിരായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മോർദെഖായി വെറുതെ ഇരിക്കുമോ? ഇല്ല. ഈ കാര്യം എങ്ങനെയെങ്കിലും അറിയിച്ചേ പറ്റൂ. ഈ കാര്യം രാജകൊട്ടാരത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്തു. മോർദെഖായി ഈ കാര്യം രാജാവിന് എസ്തർ മുഖാന്തരം രാജ്യം അറിവ് കൊടുത്തു. ഈ കാര്യം എസ്തറിനോട് രാജാവിനോട് നേരിട്ട് പറയാൻ പറ്റിയില്ല, പക്ഷേ എസ്തറിനെ അറിയിച്ചു. വായിച്ചോ. എസ്തർ അത് മോർദെഖായിയുടെ നാമത്തിൽ രാജാവിനെ ഗ്രഹിപ്പിച്ചു. ആര് പറഞ്ഞോ ഇന്നാളെ പേര് പറഞ്ഞു തന്നെ പറയണം. അതിനുള്ള ധൈര്യം വേണം. പേടിച്ച് പറയില്ല. ഒരു കാര്യം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി വിഴുങ്ങിയും പകുതി കടിച്ചില്ല. ഇന്ന ആൾ ഇത് പറഞ്ഞു എന്ന് ഭാഷ ധൈര്യമായിട്ട് പറയണം.
ആ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടാവണം. ആ ഒരു പറയുന്ന കാര്യത്തെ എന്നുവെച്ചാൽ ധൈര്യത്തോട് പറയുവാൻ രാജ്ഞി എസ്തർ രാജ്ഞി രാജാവിനോട് മോർദെഖായിയുടെ നാമത്തിൽ രാജാവിനെ ഗ്രഹിപ്പിച്ചു. അന്വേഷണം 23-ാമത്തെ വാക്യത്തിൽ അന്വേഷണം ചെയ്താറേ കാര്യം സത്യമെന്ന് ഇത് അന്വേഷണം ഉടനെ ചെയ്തു. രാജാവ് അന്വേഷണത്തിന് ആള് വിട്ടു. ഇത് അന്വേഷണത്തിന് സത്യമാണെന്ന് കണ്ട് അവരെ രണ്ടുപേരെയും കഴുവിന്മേൽ തൂക്കിക്കളഞ്ഞു. നോക്കണം, അന്വേഷിച്ചു കഴിഞ്ഞാൽ നീ രാജാവിനെതിരായിട്ട് സംസാരിച്ചാൽ, രാജാവിനെതിരെ കയ്യേറ്റം ചെയ്യുവാൻ രാജാവിനെതിരായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവസാനം എന്തായിരിക്കും? ഒരു മരണമായിരിക്കും. ദൈവ പൈതലെ ശ്രദ്ധിച്ച് കേൾക്ക്. രാജാവിനെതിരായിട്ട് സംസാരിക്കരുത്, ദൈവത്തിനെതിരായിട്ട് സംസാരിക്കരുത്, നിന്റെ ദൈവത്തിനെതിരായിട്ട് നീ തിരിയരുത്. നിന്റെ ദൈവത്തിനെതിരായിട്ട് നിന്നെ ദൈവം അനുഗ്രഹിച്ചു കൊണ്ടുവരുമ്പോൾ നന്മയിൽ കൊണ്ടുവരുമ്പോൾ എതിരായിട്ട് ഒരു വാക്ക് പോലും പറയുന്നാൽ ഒരു പക്ഷക്കാർ അനുഗ്രഹത്തിലേക്ക് വരുമ്പോൾ ഒരു പക്ഷത്തെ ദൈവത്തെ കുറ്റം പറയുന്നവർ ഒരുപാടൊരു കുറ്റം പറയുന്ന അനുഭവത്തിലുണ്ട്. ദൈവനാമം ദുഷിക്കുന്നവർ ഒരുപാടുണ്ട്. എന്നാൽ ഇതിൽ ചില വ്യക്തി രാജാവിനെ എതിരായിട്ട് തന്നെ സംസാരിച്ചത് ശരിയാണെന്ന് മനസ്സിലാക്കി അന്വേഷണത്തിന് ആളോട് ശരിയാണെന്ന് ചോദിക്കും. ഇത് ഒരാൾ പറയുന്ന കാര്യം മനസ്സിലാക്കണം. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് മാത്രമേ തീരുമാനമെടുക്കാവൂ. അന്വേഷിക്കാതെ ഒരിക്കലും തീരുമാനം എടുക്കരുത്. ഇന്ന് നമ്മൾ ചെയ്യുമ്പോൾ കുറ്റം ശരിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ രാജാവ് പറഞ്ഞു അവരെ രണ്ടുപേരെയും ഇത് ശരിയേ, ഇത് എനിക്കെതിരായിട്ടാണല്ലോ അവർ എടുത്തിരിക്കുന്നത്. ഇത് മനസ്സിലാക്കി അവർ രണ്ടുപേരെയും അന്നത്തെ രീതിയിൽ കഴുമരത്തിൽ അവരെ തൂക്കിക്കളഞ്ഞു. ഇത് രാജാവിൻ്റെ മുമ്പിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതി വെച്ചു. അന്നത്തെ രീതിയിൽ വേറെ ഒന്നുമില്ല. ചോദ്യം ശരിയാണെന്ന് പറഞ്ഞാൽ തൂക്കിക്കൊല്ലുക, വേറെ ഒരു പരിപാടിയില്ല അന്നത്തെ കാലഘട്ടങ്ങളിൽ. ഇന്ന് കോടതി കാര്യങ്ങളൊക്കെ അന്ന് അങ്ങനെയൊന്നുമില്ല. ശരിയെന്ന് പറഞ്ഞാൽ ഒറ്റ വിചാരണയാണ്. ഇന്ന് പോലെ കോടതി ഇറങ്ങിക്കയറേണ്ട കാര്യങ്ങളൊന്നുമില്ല. അന്ന് തീരുമാനം ശരിയാണ് ശരി, തെറ്റാണ് തെറ്റ്. ഒറ്റ കാര്യം രാജാഭരണ സമയത്തുണ്ടായത്. 3-ാമത്തെ അധ്യായം വായിക്കാം. അനന്തരം അഹശ്വേരോശ് രാജാവ് ആഗാഗ്യനായ ഹമ്മദാഥയുടെ മകൻ വായിച്ചോ ഹാമാന് കയറ്റവും. അടുത്ത ഒരു വ്യക്തിക്ക് രാജാവ് ഉന്നത പദവിയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അടുത്ത് ഒരിക്കുന്ന ഒരു വ്യക്തിയുടെ പദവിയിലേക്ക് ദൈവം കൊണ്ടുവരുന്ന അനുഭവത്തെയാണ് ഇവിടെ പറയുന്ന. അഹശ്വേരോശ് രാജാവ് ആഗതിനായ ഹാമദയുടെ മകനായ ഹാമാന് കയറ്റവും ഉന്നത പദവിയും കൊടുത്തു. അടുത്ത് ഉന്നത പദവി വരുന്നുണ്ട്, ഒരു ജോലി കയറ്റം വരുന്നുണ്ട്. അടുത്ത് അവന്റെ ഇരിപ്പിടം തന്നോടുകൂടെ ഇരിക്കുന്ന സകല പ്രഭുക്കന്മാരുടെയും ഇരിപ്പിടങ്ങൾക്ക് മേലായി വെച്ചു. ഇരിപ്പിടങ്ങളുടെ മേലായി വെച്ചു. ഇന്നലെ വരെയും ഇരിപ്പിടം വ്യത്യസ്തമായിരുന്നു. ചില ഇരിപ്പിടങ്ങൾ മാറുന്നുണ്ട്. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ സ്ഥാനങ്ങൾ ദൈവം മാറ്റുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിനോടിരിക്കുമ്പോൾ ചില സ്ഥാന പദവികൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം തരുന്നുണ്ട്. ഇതാ നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഉന്നത പദവി വരുന്നുണ്ട്. ഹാമാന് ഉന്നത പദവി കൊടുത്തു. അവന്റെ ഇരിപ്പിടം തന്നോട് കൂടെ രാജാവിന്റെ കൂടെ ഇരിക്കുവാൻ ഇരിക്കത്തക്കവണ്ണം സകല പ്രഭുക്കന്മാരുടെയും ഇരിപ്പിടങ്ങൾ മേലാക്കി വെച്ചു. നമ്മുടെ കർത്താവിനെ നിങ്ങൾക്ക് സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ പദവിയാണ് ദൈവത്തോട് കൂടെ ഇരിക്കുന്ന ഒരു പദവി. ദൈവമക്കളെ, ഈ ലോകത്തിന്റെ ഭൗതികമായ അനുഗ്രഹത്തെക്കാട്ടും നന്മയെക്കാട്ടിലും യേശുവിനെ സ്വീകരിക്കുന്ന മുഖാന്തരം, യേശുവിനെ നിങ്ങൾ മുറുകെ പിടിക്കുന്ന മുഖാന്തരം ഈ ലോകത്തിന്റെ ഇരിക്കുന്നതിനെക്കാട്ടിലും നിങ്ങൾക്ക് ദൈവത്തോട് ഇരിക്കുവാൻ, അടുത്തിരിക്കുവാൻ കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നു. തൻ്റെ മക്കൾക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുന്നുണ്ട്. അടുത്തിരുത്തുക, ഉന്നത പദവിയിലേക്ക് മറ്റുള്ള അടുത്തിരുത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ നോക്കിയാലും ഉന്നത പദവി കൊടുത്തു. അവൻ്റെ ഇരിപ്പിടം തന്നോട് കൂടെ ആയിരുന്നു. എന്നിട്ട് പറഞ്ഞു സകല പ്രഭുക്കന്മാരുടെയും ഇരിപ്പിടങ്ങൾക്ക് മേലായി വെച്ചു. രാജാവിന്റെ വാതിൽക്കലെ രാജഭൃത്യന്മാരൊക്കെയും ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചു. പദവി കൊടുത്തപ്പോൾ മറ്റുള്ള ഹാമാനെ കുമ്പിട്ട് നമസ്കരിച്ചു. രാജാവ് അവനെ സംബന്ധിച്ച് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ടു, മറ്റുള്ളവരുടെ തൊഴാനുള്ള കൽപ്പന ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ അത്ര ഉന്നത പദവി കൊടുത്തു വന്ന സമയത്ത് മറ്റുള്ളവർ കുമ്പിട്ട്, എന്നുവെച്ചാൽ സല്യൂട്ട്, ഇന്നത്തെ സല്യൂട്ട് അടിക്കുന്ന അനുസരിച്ച് കുമ്പിട്ട് നമസ്കരിക്കുക എന്നുണ്ടായിരുന്നു.
എങ്കിലും മൊർദെഖായി അവനെ കുമ്പിട്ടില്ല. എങ്കിലും ഒരാള്, എല്ലാരും കുമ്പിട്ട സമയത്ത് ഒരാള് കുമ്പിട്ടില്ല. അതിന് കാരണമുണ്ട്. എല്ലാവരും മൊർദെഖായി ഹാമാനെ അങ്ങോട്ട് തൊഴുക, എല്ലാവരും വന്നു പറഞ്ഞ് അങ്ങ് തൊഴുത് നമസ്കരിക്കുകയാണ്. അതിൽ ഒരു വ്യക്തി വ്യത്യസ്തനായിരുന്നു. മൊർദെഖായി മാത്രം അവനെ കുമ്പിട്ട് നമസ്കരിച്ചതുമില്ല. ആ അപ്പോൾ രാജാവിന്റെ വാതിൽക്കലെ രാജഭൃത്യന്മാർ മൊർദെഖായിയോട് നീ രാജകൽപ്പന ലംഘിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഇവർ ഇങ്ങനെ ദിവസം പ്രതി അവനോട് പറഞ്ഞിട്ട് അവൻ അവരുടെ വാക്ക് കേൾക്കാതിരുന്നതിനാൽ മൊർദെഖായിയുടെ പെരുമാറ്റം നിലനിൽക്കുമോ എന്ന് കാണേണ്ടതിന് അവർ അത് ഹാമാനോട് അറിയിച്ചു. താൻ യഹൂദനെന്ന് അവൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൊർദെഖായി തന്നെ കുമ്പിട്ട് നമസ്കരിക്കുന്നില്ലെന്ന് മൊർദെഖായി മാത്രം കുമ്പിട്ട് നമസ്കരിക്കില്ല എന്ന് കണ്ടിട്ട് ഹാമാൻ കോപം കൊണ്ട് നിറഞ്ഞു. ഹാമാൻ ഇപ്പൊ എല്ലാരും പറഞ്ഞു, എല്ലാവരും നമസ്കരിക്കുന്നുണ്ട്, മൊർദെഖായി മാത്രം നമസ്കരിക്കുന്നില്ല. എന്നാൽ എല്ലാവരും നമസ്കരിച്ചപ്പോൾ ഒരാൾ നമസ്കരിക്കുമ്പോൾ എന്ത് വന്നു? കോപം കൊണ്ട് നിറഞ്ഞു. ചില കോപം കൊണ്ട് നിറയുന്നു. ദൈവമക്കളെ, എവിടെ താഴണം, ആരെ തൊഴണം, ആരെ നമസ്കരിക്കണമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. യഹൂദനായതുകൊണ്ടും ദൈവത്തെ അറിഞ്ഞതുകൊണ്ടും ദൈവത്തിന്റെ അടുത്തുള്ള ആളായതുകൊണ്ടും ഒരു യഹൂദൻ അറിയാം ആരെ തൊഴണമെന്നും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നമുക്ക് ആരെ തൊഴണം, ആരെ നമസ്കരിക്കണം, ആരെ കുമ്പിടണമെന്നും ഇന്ന് നല്ലപോലെ നിങ്ങൾക്കും എനിക്കും അറിയാം. ഇന്ന് കാണുന്നിടത്തെല്ലാം ഒരു നന്മയ്ക്ക് വേണ്ടി കുമ്പിട്ട് കിടക്കുന്ന ഒരുപാടുണ്ട് അല്ലെ? ഒരുപാട് കുമ്പിടും. അനുഗ്രഹങ്ങൾ മാറി മാറി കിട്ടുമ്പോൾ ഇന്ന് പല സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലവര് കമ്മലുമാലെ ഊരും. നാളെ 5 ലക്ഷം രൂപ തരാം, ഇട്ടുകൊണ്ട് വന്നാൽ ഓടിയിട്ടുകൊണ്ട് പോകും. വീണ്ടും ഊരി വയ്ക്കും. വീണ്ടും അവിടെ ചെന്ന് പറയും അവിടെ 2 ലക്ഷം രൂപയുണ്ട്. പണത്തിന് വേണ്ടി കുമ്പിടുന്നവരുണ്ട്. ഒരുപാട് സ്വാർത്ഥ കാര്യങ്ങൾക്ക് കുമ്പിടുന്നവരുണ്ട്. നിങ്ങൾ ഇന്ന് ലോകത്തില് പലയിടത്തും കുമ്പിട്ട് പോകുമ്പോൾ ഇന്ന് പറയുന്നു, നിങ്ങൾ കുമ്പിടേണ്ടടുത്ത് മാത്രമേ കുമ്പിടാകൂ. താൽക്കാലികമായ ഒരു അനുഗ്രഹത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അതൊന്നും നമുക്കത് താൽക്കാലികം വേണ്ടാന്ന് വെക്കണം. ഒരു 10, 500, 1000, 10,000 തരുമ്പോൾ അവരെ നമ്മൾ കാണുമ്പോൾ തൊഴുകയാണ്. ഒരു മനുഷ്യനെ അല്ല, ദൈവത്തിന് മാത്രമേ നമ്മൾ മഹത്വം കൊടുത്തുകൊണ്ട് മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ ഒരിക്കലും നമ്മൾ നമസ്കരിക്കുവാനോ നമ്മൾ താഴുവാനോ തൊഴേണ്ടത് ഒരേ ഒരാളാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത്. അവന്റെ മുമ്പിൽ മാത്രമേ മുട്ടുകുത്താവൂ. ദാനിയേൽ 3 നേരം പ്രാർത്ഥിച്ചു വന്നത് ദൈവത്തിന്റെ മുമ്പിലാണ്. മുഴങ്കാൽ പ്രാർത്ഥനയിലും ദാനിയേലിന്റെ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നു. ഇന്ന് മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ ഒരിക്കലും, മനുഷ്യ ദൈവങ്ങളിടയിലുണ്ട്. ഇന്ന് മനുഷ്യമായ പദവികളുള്ള ഉന്നത പദവികൾ ചെല്ലുമ്പോൾ നമ്മൾ അവരെ കാല് പിടിച്ച്, ഇന്ന് പല ഉന്നതന്മാരെ കാണുമ്പോൾ അവരെ കാല് പിടിച്ച് തൊഴുതെന്ന് പറയാൻ ഒന്നും കിട്ടത്തില്ല. പക്ഷെ നീ തൊഴേണ്ട ആളെ തൊഴുതാൽ, കുമ്പിടേണ്ടനെ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ദൈവം നന്മകൾ തരും, അനുഗ്രഹങ്ങൾ തരും. നീ ഒരിക്കലും ലജ്ജിക്കത്തില്ല. നീ മനുഷ്യരല്ല ആശ്രയിച്ചിരിക്കുന്നത്, ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. ഇന്ന് മനുഷ്യനെ കുമ്പിട്ട് തൊഴുതു പോയി കഴിഞ്ഞാൽ നാളെ നീ കുമ്പിട്ട് തൊഴുതില്ല എങ്കിൽ അവൻ കോപിക്കും. ദൈവമക്കളെ, കാര്യം എന്താണ്? ഇവിടെ കോപം കടന്നു വന്നു. അതുകൊണ്ട് ദൈവത്തെ തന്നെ മുറുകെ പിടിക്കുക. നിങ്ങൾ ദൈവത്തിൽ തന്നെ മാത്രം ശരണപ്പെടുക. ദൈവത്തിന്റെ മുമ്പിൽ മാത്രമേ നിങ്ങൾ നമസ്കരിക്കാവൂ. എന്നാൽ ഈ യഹൂദനെ നല്ല പോലെ അറിയാം, ദൈവത്തിന്റെ മുമ്പിൽ മാത്രമേ ഞാൻ കുമ്പിടാൻ പാടുള്ളെന്ന കാര്യം ആർക്കറിയാം? യഹൂദൻ എന്നുള്ള അറിയാം. ഇത് മനസ്സിലാക്കി ഇത് ചെയ്യാൻ പറ്റി. ഈ ഹാമാനും എല്ലാവരും കുമ്പിട്ട സമയത്ത് മറ്റുള്ളവരിന്ന് മാറി വ്യത്യസ്തനായി കുമ്പിടാതെ മാറുന്ന സമയത്ത് ഹാമാൻ എന്ത് വന്നു? പെട്ടെന്ന് കോപം കൊണ്ട് നിറഞ്ഞു. എന്നാൽ അവന് കോപം നിറഞ്ഞു. എന്നാൽ മൊർദെഖായിയുടെ മാത്രം കയ്യേറ്റം ചെയ്യുവാൻ അവന് പുച്ഛകരമായി തോന്നി. മൊർദെഖായിയുടെ ജാതി ഇന്നെന്ന് അവന് അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അശ്ശൂർ രാജാവിൻ്റെ അടുത്തെല്ലാം ഉള്ള മൊർദെഖായിയുടെ ജാതിക്കാരനായ യഹൂദന്മാരൊക്കെയും നശിപ്പിക്കേണ്ടതിന് ഹാമാൻ തരമന്വേഷിച്ചു. എന്നാൽ ഒരുവൻ മാറി വ്യത്യസ്തമായി നിൽക്കുമ്പോൾ അവനെ കുറിച്ച് അന്വേഷിച്ചു. ഇവൻ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? ഇവൻ ആരാണ്? എന്താണ് അവന്റെ കുലം? എന്താണ്? ഇത് മനസ്സിലാക്കണം. അവനെ എങ്ങനെയെങ്കിലും ഒതുക്കണം. അവനെ മാത്രമല്ല, അവന്റെ കുലത്തെ നശിപ്പിക്കുവാൻ
ദൈവ പൈതലെ ഒന്ന് നമസ്കരിക്കാത്തുണ്ട് ഒരു വ്യക്തി മുഖാന്തരം ഒരു ജാതി മുഴുവൻ ഒരു സമൂഹത്തെ നശിപ്പിക്കുവാൻ അതാ അടുത്തു ശത്രു പണി ഒരുക്കുന്നുണ്ട്. ഹല്ലേലൂയ. തരം അന്വേഷിച്ചു. ആമേ. ഹാമാൻ അടുത്ത് പറയുകയാണ് 7-ാമത്തെ വാക്യം, മോർദെഖായി മാത്രം കയ്യേറ്റം ചെയ്യുന്നത് പുച്ഛകാര്യമായി തോന്നി. മോർദെഖായിയുടെ ജാതി ഇന്നതെന്ന്, മോർദെഖായിയുടെ ജാതി ഇന്നതാണെന്ന് അവന് അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അഹശ്വേരോശിന്റെ രാജ്യത്തെല്ലായിടവുമുള്ള മോർദെഖായിയുടെ ജാതിക്കാരായ യഹൂദന്മാരെയൊക്കെ നശിപ്പിക്കേണ്ടതിന്, യഹൂദന്മാരെ എല്ലാവരെയും നശിപ്പിക്കേണ്ടതിന് ഹാമാൻ തരം അന്വേഷിച്ചു. അഹശ്വേരോശ് രാജാവിന്റെ 12-ാം ആണ്ടിൽ, അഹശ്വേരോശ് രാജാവിന്റെ 12-ാം ആണ്ടിൽ നീസാൻ മാസമായ 1-ാം മാസത്തിൽ അവർ ആദാർ എന്ന 12-ാം മാസം വരെയുള്ള ഓരോ ദിവസത്തെയും ഓരോ മാസത്തെയും കുറിച്ച് ഹാമാന്റെ മുമ്പിൽ വെച്ച് പൂര് എന്ന ചീട്ടിട്ടു നോക്കി. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട് നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിന്നിച്ചിതറി കിടക്കുന്നു. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മതി, നോക്കിക്കോളാം. ഒരു ചീട്ട് പൂരെന്ന ചീട്ടിട്ട് നോക്കിയിട്ട് പറഞ്ഞു ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട്, നിന്റെ രാജ്യത്തിലുള്ള സകല സംസ്ഥാനങ്ങളിലും ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിഹ്നമായി കിടക്കുന്നുണ്ട്, അത് ചിതറിക്കിടക്കുന്നുണ്ട്. അവരുടെ ന്യായപ്രമാണം മറ്റുള്ള സകല ജാതികളും വ്യത്യസ്തമായിരിക്കുന്നു, മറ്റുള്ളവരെ കാട്ടിലും വ്യത്യസ്തമാണെന്ന് ആര് പറഞ്ഞു? ഹാമാൻ പറഞ്ഞു. അവർ രാജാവിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നില്ല. അതുകൊണ്ട് അവരെ അങ്ങനെ വിടുന്നത് രാജാവിന് യോഗ്യമല്ല. അവർ രാജാവിന്റെ നിയമം അനുസരിക്കാത്തത് കൊണ്ട് ഇത് വെറുതെ വിടുന്നത് ശരിയല്ല. കാരണം എന്താണ്? പ്രശ്നങ്ങളെ ഇല്ലാത്തതിനെ കുത്തിപ്പൊക്കി എടുക്കുന്നുണ്ട്. ഇല്ലാത്ത പ്രശ്നം കാരണം മോർദെഖായി ഹാമാനെ നമസ്കരിക്കാതെ ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. നമസ്കരിക്കാത്തത് കൊണ്ട് ഒരു കുലത്തെ തന്നെ മൊത്തത്തിൽ കൈയെടുക്കുന്നുണ്ട്. ഒരു പ്രശ്നം ദൈവ പൈതലെ, എവിടെയോ ഒരു പ്രശ്നത്തിന്റെ മേൽ ചെറിയ പ്രശ്നത്തെ ചിലർ വലുതാക്കുന്നുണ്ട്. ചെറിയൊരു പ്രശ്നത്തെ ചിലർ വലുതാക്കി എടുക്കുന്നുണ്ട്. ചെറിയൊരു പ്രശ്നത്തെ ചിലർ വലുതാക്കി എടുക്കുന്നുണ്ട്. അതിനെ വലുതാക്കി വലിയൊരു വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ചെറിയ നിസ്സാരമായ ചില കാര്യങ്ങളെ രാജാവിന് പോലും മനസ്സിലാക്കാത്ത ചില കാര്യങ്ങളെ, ചില വിഷയങ്ങളുണ്ട്. ഇന്ന് ദൈവസൽപര ചിലവർ അതിനെ വലുതാക്കി എടുക്കുന്നത്. അവരെ സൂക്ഷിക്കണം. ചില കാര്യങ്ങള് കേൾക്കുന്ന കാര്യങ്ങളെ മാക്സിമം ഹല്ലേലൂയ അതിനെ വലുതാക്കി പ്രശ്നത്തെ കൂട്ടി കൊണ്ടുവരുവാൻ അത് ഹല്ലേലൂയ അവരെ മൊത്തത്തിലൊരു കുലത്തെ തന്നെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞു ഒരു ജാതി കൊണ്ട് അവർ രാജാവിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നില്ല. അതുകൊണ്ട് അവരെ അങ്ങനെ വിടുന്നത് ശരിയല്ല. അവരെ വെറുതെ വിടാൻ പാടില്ല. രാജാവേ, അവരെ വെറുതെ വിടാൻ പാടില്ല. അവർ നമുക്ക് ദോഷമാണ്, അവർ നമുക്ക് കുഴപ്പമായിരിക്കും, നമുക്കൊരു തലവേദനയായിരിക്കും. സൂത്രങ്ങൾ അറിയാലോ. ഹാമാന്റെ സൂത്രങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യം എന്താണ്? ഉള്ളിനകത്ത് കിടക്കുന്ന കാര്യം എന്താണ്? ഹാമാൻ ഇത് പറയുമ്പോൾ ഉള്ളിനകത്ത് എന്താണ്? എന്നെ തൊഴണില്ല, യവനിട്ടൊരു പണി കൊടുക്കണം. യവനിട്ടൊരു പണി കൊടുക്കണം. നീ എനിക്കിട്ടൊരു പണി തന്നാൽ ഞാൻ നിനക്കിട്ടൊരു പണി തരുവാ. നിനക്ക് മാത്രമല്ല, നിന്റെ കുലത്തിലെ സകലത്തിന്റെ മേൽ ഒരു പണി തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറുതെ വിടുന്നത് ശരിയല്ല. രാജാവേ, ഈ ഒരു കൂട്ടർ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. നാളെ നമുക്കത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. ഇവരെ എങ്ങനെയും ഒതുക്കിയേ പറ്റത്തുള്ളൂ. കാരണം മറക്കരുത്, എന്താണ്? എല്ലാവരും കുമ്പിട്ട് തൊഴുതപ്പോൾ മോർദെഖായി തൊഴുതില്ല. തൊഴാത്തിന് കാരണമുണ്ട്. ദൈവത്തെ അറിഞ്ഞവൻ ഒരിക്കലും ഒരു ദൈവത്തിന്റെ മുമ്പിലേ വന്ന് തൊഴത്തുള്ളൂ. ഇന്നലെ ഒരു പ്രാർത്ഥന വിഷയം വന്നിങ്ങനെ തൃശ്ശൂരെന്ന് പ്രാർത്ഥനയ്ക്ക് വിളിച്ചപ്പോൾ അവസാനം പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാ ചോദിച്ചു,
നിങ്ങൾ വീട് എത്രയോ വർഷം വീട് പെൻഡിങ് ആണ്, ഒരു വീട് പണിയുന്നില്ല. പ്രാർത്ഥന സമയത്ത് ആത്മാവിനെ ചോദിച്ചു, നിങ്ങൾ വീട് ഏത് വിശ്വാസത്തിലാണ്? ഇന്ന വിശ്വാസത്തില്. നിങ്ങളെ വീട്ടിനകത്തൊരു ഫോട്ടോയോ വിഗ്രഹങ്ങളുണ്ട്, കയറരുത്. പ്രൈസ് ഹല്ലേ. അപ്പോഴാണ് പറഞ്ഞത്, ഞങ്ങൾ ഇന്ന വിഭാഗക്കാരാണ്, നിങ്ങൾ കയറരുത്, സമാധാനം നഷ്ടപ്പെട്ടു പോകും. ഇപ്പോഴേ വീട് വെച്ച് പൂർത്തീകരിക്കാൻ പറ്റിയില്ല, വീട് പകുതി വഴിയിലാണ്, എല്ലാ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ച് വർക്ക് കൂടെ ഉള്ളൂ എന്നുവെച്ചാൽ ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല, വഴിയിലായ അനുഭവം ഉണ്ട് എന്നുവെച്ചാൽ ഞാൻ പറയും, അതിനകത്ത് നിങ്ങൾ ഇപ്പോഴേ സമാധാനമില്ല. ഇപ്പോൾ എത്ര നമ്മൾ സാമ്പത്തികം മുടക്കി വീട് വെച്ചാലും ദൈവമക്കളെ ഞാൻ പറയുന്നു, അതിനകത്ത് താമസിക്കാൻ ഒരു സമാധാനം വേണം നമുക്ക്. നിങ്ങൾ എത്ര കോടി മുടക്കി വീട് വെച്ചാലും, നിങ്ങൾ എത്ര വില കൂടിയ ടൈലും ഗ്രാനൈറ്റൊക്കെ ഇട്ടാലും, എത്ര രീതിയിൽ നിങ്ങൾ എങ്ങനെ ബാത്റൂം ചെയ്താലും, അതിനകത്ത് നിങ്ങൾക്ക് എന്താണ് താമസിക്കുവാൻ അതിനകത്തൊരു അന്തരീക്ഷം ഉണ്ടാവണം. അതിനകത്തൊരു അന്തരീക്ഷം ഉണ്ടാവണമെങ്കിൽ ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടാവണം, കർത്താവ് നിങ്ങൾക്കുണ്ടാവണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, നിങ്ങളെ വീട്ടിനകം കയറുന്നിടത്തൊരു എല്ലാം റെഡിയാകുമ്പോൾ ഒരു വചനം എഴുതി വെക്കണം, അകത്തൊരു വചനം വെക്കണം. കാര്യം എന്താണ്? നമ്മുടെ ദൈവമാണ് നമ്മൾ അനുഗ്രഹിക്കുന്നത്. നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം തന്നെ കൊടുക്കുക. ആ സന്നിധിയിൽ ദൈവത്തിന്റെ മുമ്പിൽ മാത്രമേ കുമ്പിടാവൂ, മറ്റൊരിടത്ത് കുമ്പിടരുത്. ഇന്ന് പലരും മാറി മാറി കുമ്പിട്ട് പോകുമ്പോൾ, കാര്യം കാണാൻ വേണ്ടി കുമ്പിടുമ്പോൾ മനസ്സിലാക്കണം, അത് ഒരിക്കലും ശാശ്വതമുള്ള കാര്യമല്ല. യഹൂദനെ നല്ലപോലെ അറിയാം, ഒരുവന്റെ മാത്രമേ കുമ്പിടാവൂ. എല്ലായിടത്തും കുമ്പിട്ട് കഴിഞ്ഞാൽ പണി കിട്ടും. ഇന്ന് കുമ്പിട്ട് എല്ലായിടത്തും കുമ്പിട്ട് പോയിട്ട് ഇന്ന് പണി കിട്ടി, മുമ്പോട്ടും പോകാൻ പറ്റുന്നില്ല, അങ്ങോട്ടുമല്ല ഇങ്ങോട്ടുമല്ല, അവിടെ വേദന ഇവിടെ വേദന, മൊത്തത്തിലേ വേദന പിടിച്ച് വേണമെങ്കിൽ മനസ്സിലാക്കണം, ഇവൻ മൊത്തത്തിലെ കുമ്പിടണ ജോലിയെന്ന്. ഇന്നെനിക്ക് അവിടെ വേദന ഇവിടെ വേദന, അപ്പുറത്ത് വേദന ഇപ്പുറത്ത് വേദന, പറയാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ വേദന ഉണ്ടെങ്കിൽ കാണുന്നിടത്ത് എല്ലായിടവും കുമ്പിടണോണ്ടാണ് ഈ വേദന പിടിക്കുന്നത്. പ്രൈസ് ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇത് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എൻ്റെ അപ്പൻ പറയുന്ന കാര്യം എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. നീ കുമ്പിടേണ്ടടുത്ത് മാത്രം കുമ്പിട്. അപ്പന്റെ പേര് പറഞ്ഞ ഒരു വിഗ്രഹത്തിന് മുമ്പ് കുമ്പിട്ട് കഴിഞ്ഞാൽ നിന്റെ ജീവിതം അതുപോലെ ആയി പോകും. പ്രൈസ് ഹല്ലേലൂയ. ചെന്നിട്ട് ഒരു വിഗ്രഹത്തിന്റെ മുമ്പിലോ മറ്റൊരു വ്യക്തിയുടെ മുമ്പിലോ ഒരു മനുഷ്യന്റെ മുമ്പിലോ കുമ്പിടരുത്. നിങ്ങൾ തല ഉയർത്തി അപ്പന്റെ മുഖത്ത് നോക്കുമ്പോൾ നിങ്ങൾ തല ഉയർത്തി പിടിച്ച് നിൽക്കും. ദൈവസന്നിധിയിൽ മാത്രമേ, ദൈവത്തിന് മുമ്പിൽ മാത്രമേ നിങ്ങൾ കുമ്പിടാവൂ. കുമ്പിടാത്തത് കൊണ്ടും മൊത്തത്തിൽ അവരെ തെരഞ്ഞെടുത്ത് അവരെ കുലം മുഴുവനും നശിപ്പിക്കാൻ വേണ്ടി ശത്രു കെണി ഒരുക്കുമ്പോൾ അടുത്ത് പറയുകയാണ്, ഇത് ഇവരെ നശിപ്പിക്കാൻ വേണ്ടി അടുത്ത രാജാവേ, ഇവർ നമുക്ക് തലവേദനയാവും, അവരെ നശിപ്പിക്കണേ സന്ദേശം വായിച്ചോ. രാജാവിന് സമ്മതമുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കേണ്ടതിന് സന്ദേശം, അവരെ നശിപ്പിക്കണം എന്ന് വെച്ചാൽ ഇല്ലാതാക്കണം, അതിനു വേണ്ടിയുള്ള സന്ദേശം റെഡിയാക്കണം, എഴുതി അയക്കണം. എന്നാൽ ഞാൻ കാര്യവിചാരകന്മാരുടെ കയ്യിൽ 10,000 താലന്ത് വെള്ളിയും രാജാവിന്റെ ഭണ്ഡാരത്തിലേക്ക് കൊടുത്തയക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് തന്റെ മോതിരം കയ്യിൽ നിന്നും ഊരി. 10ാമത്തെ കാര്യത്തിലും വരുന്ന രാജാവ് തന്റെ മോതിരം കയ്യിൽ നിന്ന് ഊരി അഗാഗ്യനായ ഹമ്മദാത്തയുടെ മകനായി യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന് കൊടുത്തു. യഹൂദന്മാരുടെ ശത്രു ആരാണ്? ഹാമാന് കൊടുത്തു. ഹാമാന് കൊടുക്കാൻ കാരണം എന്താണ്? നമുക്ക് ഒരു ജാതി ദോഷമായി മാറുന്നുണ്ട്, നമുക്ക് അവരെ നശിപ്പിച്ചേ പറ്റും. അവർ നമുക്ക് അനുകൂലമല്ല, അവരെ നശിപ്പിക്കാൻ വേണ്ടി ഇത് നമുക്ക് പ്രശ്നമാണ്, തലവേദനയാണ്, ഇല്ലാതാക്കിയേ പറ്റത്തുള്ളൂ. ഇത് രാജാവിനോട് പറഞ്ഞപ്പോൾ അഹശ്വേരോശ് രാജാവ് എന്ത് ചെയ്തു? തൻ്റെ കയ്യിലെ മോതിരം അധികാരത്തിൻ്റെ മോതിരം. ഇവിടെയും കഴിഞ്ഞ ആഴ്ച ഒരു മോതിരത്തെ കുറിച്ച് പറഞ്ഞു, ഇന്ന് ഇവിടെ വെച്ച് പറയുന്നുണ്ട്. രാജാവ് അപ്പോൾ തൻ്റെ അധികാരത്തിന്റെ മോതിരം നോക്കണം, തൻ്റെ മോതിര കയ്യിൽ നിന്ന് ഊരി അഗ്നായ ഹാമതയുടെ മകനായ യഹൂദന ശത്രുവായ ഹാമാന് കൊടുത്തു. എന്നുവെച്ചാൽ അധികാരത്തിന്റെ മോതിരം ഊരി ഹാമാന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ രേഖയും കാര്യങ്ങളൊക്കെ എഴുതി സീല് കയ്യിലുണ്ടെങ്കിൽ എഴുതുന്നത് നമുക്ക് എങ്ങനെയാണോ എഴുതാം, അല്ലേ? സീല് കയ്യിലുണ്ടെങ്കിൽ ഇപ്പൊ സീലെടുത്ത് കയ്യിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരു സീല് കയ്യിലുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ വേണം എഴുതി പിടിപ്പിക്കാം. എഴുതിക്കൊണ്ടല്ല പോണത്. എനിക്കൊന്ന് സീലടിച്ചു തരുമോ എന്നല്ല,
എങ്ങനെ വേണോ എഴുതി പിടിക്കാം. പിടിപ്പിച്ചിട്ട് അധികാരത്തിന്റെ മുദ്രമോതിരം കൊണ്ട് അവിടെ പതിപ്പിക്കാം. അതുകൊണ്ട് അത് ചെയ്യാൻ വേണ്ടി രാജാവ് പറഞ്ഞു, അത് നീ തന്നെ അത് ഏറ്റെടുത്തോ, ഞാൻ എൻ്റെ അധികാരത്തിന്റെ മോതിരം നിന്റെ കയ്യിൽ ഞാൻ തരാം, ഊരി തരാമെന്ന് പറഞ്ഞിട്ട് അത്രത്തോളം വിശ്വസ്തനായി ഹാമാൻ രാജാവിന്റെ ഉന്നത പദവിയിലേക്ക് അടുത്തിരുത്തുന്നവനെ ആമെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. ചുമ്മാ ഊരി കൊടുക്കത്തില്ല, എല്ലാവരെ കാട്ടി പദവി കൊടുത്ത് ഉയരത്തിലേക്ക് കൊണ്ടുവന്നു. ആമെ ആ സമയത്താണ് ആമെ എന്താണ് മറ്റുള്ളവർ നമസ്കരിച്ച് കുമ്പിട്ട സമയത്ത് ആമെ ഒരു വ്യക്തി മാത്രം ദൈവത്തെ അറിഞ്ഞൊരു വ്യക്തി മാറി നിന്ന സമയത്തും ആ കുലത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒരു നിയമം ഉണ്ടാക്കിയാണ്, സൂത്രത്തിൽ നിയമം ഉണ്ടാക്കി ഈ രാജാവിൻ്റെ അടുത്ത് പറയുന്ന സമയത്തും രാജമോതിരമൂരി ആമെ ഹാമാന്റെ കയ്യിലേക്ക് കൊടുത്തു. കയ്യിൽ ഊരി കൊടുത്തു. രാജാവ് ഹാമാനോട് ഞാൻ ആ വെള്ളിയെയും ആ ജാതിയെയും ഞാൻ ആ വെള്ളിയെയും ആ ജാതിയെയും നിനക്ക് ദാനം ചെയ്യുന്നു. രാജാ പറയുന്നു, ഞാൻ ഈ ജാതി നിനക്ക് ദാനം ചെയ്യുന്നു. ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക. അധികാരം പൂർണ്ണമായിട്ട് ഈ ജാതി പൂർണ്ണമായിട്ട് നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. എന്നാൽ ആര് ഓർഡർ ഇടുന്നു? രാജാവ്, അഹശ്വേരോശ് രാജാവ് ഓർഡർ ഇടുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ 1-ാം മാസം 13-ാം തീയതി രാജാവിന്റെ രായസക്കാരെ വിളിച്ചു. ഹാമാൻ കൽപ്പിച്ചതുപോലെയൊക്കെയും അവർ രാജപ്രതിനിധികൾക്കും ഓരോ സംസ്ഥാനത്തിലെ ദേശാധിപതികൾക്കും അതത് ജനത്തിന്റെ പ്രഭുക്കന്മാർക്കും അതത് സംസ്ഥാനത്തിലേക്ക് അവിടത്തെ അക്ഷരത്തിലും അതത് ജനത്തിന് അവരുടെ ഭാഷയിലും എഴുതി. അഹശ്വേരോശ് രാജാവിന്റെ നാമത്തിൽ ഇത് എഴുതി രാജമോതിരം കൊണ്ട് മുദ്രയിട്ടു. ഇത് എഴുതിയതെല്ലാം ആരാണ്? ഹാമാനാണ് എഴുതിയത്, അഹശ്വേരോശ് രാജാവല്ല. രാജാവിന്റെ പേരിലാണ് എഴുതുന്നത്. അഹശ്വേരോശ് രാജാവിന്റെ നാമത്തിൽ എഴുതി. അതായത് രാജാക്കന്മാർക്കെല്ലാം ആധാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ സകല യഹൂദന്മാരെയും ആബാലവൃദ്ധം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ നശിപ്പിച്ച് കൊന്നുമുടിക്കുകയും. 13-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ആധാർ മാസത്തിൽ 12-ാം മാസം 13-ാം തീയതി തന്നെ സകല യഹൂദന്മാരെയും ആബാലവൃദ്ധം കുഞ്ഞുങ്ങളെയും, ഒരാളെ പോലെയും വിടാന്ന് നിശ്ചയിക്കുന്നില്ല, സകലവരെയും ആബാലവൃദ്ധം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ നശിപ്പിച്ച് കൊന്നുമുടിപ്പിക്കുകയും അവരുടെ വസ്തുവക കൊള്ളയിടുകയും ചെയ്യണമെന്ന് രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലും അഞ്ചൽക്കാർ വശം എഴുത്തയച്ചു. നോക്കണം, വലിയൊരു പ്രതിസന്ധി ദൈവ പൈതലെ, വലിയൊരു പ്രതിസന്ധി വരികയാണ്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് ആമേ യഹൂദന്മാർ ആബാലവൃദ്ധരെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നശിപ്പിച്ച് അവരെ കൊല്ലുക, അവരെ മൊത്തം കൊന്നുമുടിക്കുക, എന്നിട്ട് അവരെ വസ്തുവകളെല്ലാം കൊള്ളയിടുക, തട്ടിയെടുക്കുക ചെയ്യണമെന്നും രാജാവിന്റെ സകല സംസ്ഥാനങ്ങൾ അഞ്ചലക്കാരും എഴുത്തയച്ചു. അന്നത്തേക്ക് ഒരുങ്ങിയിരിക്കണമെന്നും സകല ജാതികൾക്കും പരസ്യം ചെയ്യേണ്ടതിന് കൊടുത്ത തീർപ്പിന്റെ പകർപ്പ് ഓരോ സംസ്ഥാനത്തിലും പ്രസിദ്ധമാക്കി. അഞ്ചൽക്കാർ രാജകൽപ്പന പ്രമാണിച്ച്, അന്ന് ഈ കൊണ്ടുപോകുന്നവരെ കുറിച്ച് പറയുന്ന അഞ്ചലക്കാർ എന്നാ പറയുന്നത്, രാജകൽപ്പന പ്രമാണിച്ച് ക്ഷണത്തിൽ പെട്ടെന്ന് പുറപ്പെട്ടു പോയി ശൂഷൻ രാജധാനിയിലും ആ തീർപ്പ് പരസ്യം ചെയ്തു. രാജാവും ഹാമാനും കുടിപ്പാൻ ഇരുന്നു. ശൂഷൻ പട്ടണമോ കലങ്ങിപ്പോയി. രാജകൽപ്പന പ്രമാണിക്ഷണത്തിൽ പുറപ്പെട്ടു പോയി അഞ്ചലക്കണപ്പോ ശൂശാൻ രാജധാനിയിൽ ഈ തീർപ്പ് വായിച്ചു, പരസ്യം ചെയ്തു. എന്നാൽ രാജാവും ഹാമാനും കുടിപ്പായിരുന്നു, ശൂശാൻ പട്ടണമോ കലങ്ങിപ്പോയി. ഈ പരസ്യം വായിച്ച ആരാ കലങ്ങി പോകാത്തത്? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം വന്ന് വിളംബരം ചെയ്ത് ഒരു മൈക്ക് സെറ്റും കെട്ടി അന്ന് വിളംബരമാണ്, അന്ന് ചെണ്ടയും കൊട്ടി അറിയിക്കും. ഇന്ന് വിളംബരം ചെയ്യണം, ഒരു അലോട്ട്സ്മെന്റ് കോർപ്പറേഷൻ പറഞ്ഞു ഇതാ ഇന്നത് ചെയ്യാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുമോ? സമാധാനാശ്രതാണ് നിങ്ങളെ കൊല വിളിച്ച് നിങ്ങളുടെ നന്മയെ തട്ടിയെടുക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
എവിടെയൊക്കെയോ ദോഷങ്ങൾ, എവിടെയൊക്കെയോ സമാധാനക്കേടുകൾ, സ്വസ്ഥത നഷ്ടപ്പെട്ട് അവരെ കുടിക്കാനുള്ള സമയത്തും എന്നാൽ ശൂശാൻ പട്ടണം കലങ്ങിപ്പോയി. ദൈവ പൈതലേ, കലങ്ങിപ്പോകുന്നതിന്റെ മനസ്സ് കലങ്ങിപ്പോ പറഞ്ഞു. ഓ കലങ്ങിപ്പോയി പട്ടണം കലങ്ങിപ്പോയി. കേൾക്കാത്ത കാര്യം കേട്ടപ്പോൾ ഒരനർത്ഥത്തെ കുറിച്ച് രാജകൽപ്പന അത്രയും ആമേ രാജാവിന്റെ പേരിൽ ഹാമാൻ ചെയ്തപ്പോൾ, ഇത് പരസ്യം ചെയ്തപ്പോൾ പട്ടണം കലങ്ങിപ്പോയി, ശൂശാൻ പട്ടണം കലങ്ങിപ്പോയി. 4-ാമത്തെ വാക്യം പറയുന്നു, സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി. ഈ കാര്യമൊക്കെ അവിടെ പരസ്യം, അവിടെ ശൂശാൻ പട്ടണത്തിൽ പരസ്യം ചെയ്തപ്പോൾ ഇത് കേട്ടപ്പോൾ മൊർദെഖായി ഇത് കേട്ടപ്പോൾ തന്റെ വസ്ത്രത്തെ കീറി രട്ടെടുത്ത് വെണ്ണീർ വാരിയിട്ട് ഇട്ടും കൊണ്ട് നോക്കിക്കൊള്ളാം. ഇവിടെ മൊർദെഖായി ഈ വാർത്ത കേട്ടപ്പോൾ വസ്ത്രം കീറി, രട്ടെടുത്തു വെണ്ണീർ വാരി ഇട്ടുകൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. ആരോട് നിലവിളിച്ചു? ദൈവത്തോട് നിലവിളിച്ചു. ദൈവമേ, ഈ വാർത്ത വന്ന സമയത്ത് മൊർദെഖായി ആമേരാട്ടിരുത്തു പട്ടണത്തിന്റെ നടുവിൽ ചെന്നുകൊണ്ട് കൈപ്പോടെ വേദനയുടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. അവൻ രാജാവിന്റെ പടിവാളം വന്നു. എന്നാൽ രട്ടെടുത്തുകൊണ്ട് ആർക്കും രാജാവിന്റെ പടിവാതിലേക്ക് അകത്ത് കടന്നുകൂടായിരുന്നു. രാജാവിന്റെ കൽപ്പനയും തീർപ്പും ചെന്ന ഓരോ സംസ്ഥാനത്തും യഹൂദന്മാരുടെ ഇടയിൽ മഹാദുഃഖവും ഉപവാസവും കരച്ചിലും വിലാപവും ഉണ്ടായി. നോക്കിയോളൂ, ഇത് ഓരോ ചെന്ന സംസ്ഥാനത്തും യഹൂദന്മാരുടെ ഇടയില് മഹാദുഃഖവും ഉപവാസവും കരച്ചിലും വിലാപവും തുടങ്ങി. പലരും രട്ടെടുത്തു വെണ്ണീറിൽ കിടന്നു. എസ്തേറിന്റെ ബാല്യക്കാരത്തികളും ഷണ്ഡന്മാരും വന്ന് അത് രാജ്ഞിയെ അറിയിച്ചപ്പോൾ, ഈ കാര്യം അവിടെ വെളി നടക്കുന്ന പ്രശ്നത്തെ ഷണ്ഡന്മാർ വന്ന് ആരറിയിക്കുന്നു? രാജ്ഞി അറിയിച്ചപ്പോൾ അവൾ അത്യന്തം വ്യസനിച്ചു. മൊർദെഖായിയുടെ രട്ട് നീക്കി അവനെ ഉടുപ്പിക്കേണ്ടതിന് അവന് വസ്ത്രം കൊടുത്തയച്ചു. രാജകൊട്ടാരത്തിൽ നിന്ന് വസ്ത്രം കൊടുത്തയക്കുന്നത്. എന്നാൽ അവൻ വാങ്ങിയില്ല. രാജകൊട്ടാരത്തിൽ എസ്തർ കൊടുത്ത വസ്ത്രം ആര്? മൊർദെഖായി അത് വാങ്ങിയില്ല. എനിക്ക് എന്റെ ആവശ്യമില്ല. കാര്യം എന്താണ്? അത്രത്തോളം വേദനയും നടുവിലും ഒരു പ്രശ്നത്തെ, മരണത്തെ മുഖാമുഖം കാണുന്ന മൊർദെഖായിയുടെ വേദന അത് കഠിനമായിരുന്നു. അതുകൊണ്ട് രാജകൊട്ടാരത്തിന് കൊടുത്ത രാജവസ്ത്രം നിഷേധിച്ചു. നമ്മുടെ കുലമൊത്തം നശിപ്പിക്കാൻ വേണ്ടി രാജകൽപ്പന പുറപ്പെട്ടിരിക്കുന്നു. പലയിടത്തും നിലവിളി ഉയരുന്നുണ്ട്, പലയിടത്തും ഉപവാസങ്ങൾ കൂടുന്നുണ്ട്. അത്രത്തോളം ഒരു കഷ്ടതയുടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ നിന്നും വേദന നടുവിൽ ആ വസ്ത്രം രാജകൊട്ടാരത്തിൽ കൊടുത്ത് അവൻ നിഷേധിച്ചു. അപ്പോൾ എസ്തർ തന്റെ ശുശ്രൂഷയ്ക്ക് രാജാവാക്കിയിരുന്ന ഷണ്ഡന്മാരായ ഒരുത്തനെ ഹത്താക്കിനെ വിളിച്ചു. അത് എന്തെന്നും അതിന്റെ കാരണം എന്തെന്നും അറിയേണ്ടതിന് അതിന്റെ കാരണം അതിന് ഒരു വ്യക്തിയെ വിളിച്ച് ഹത്തക്ക് എന്ന രാജ വിളിച്ചിട്ട് ഇതിന് കാരണം എന്താണ് പ്രശ്നം എന്താണെന്ന് രാജ്ഞി എന്ത് ചെയ്തു? അറിയേണ്ടതിന് മൊർദെഖായിയുടെ അടുക്കൽ പോയി വരുവാൻ അവന് കൽപ്പന കൊടുത്തു. അങ്ങനെ ഹത്താക്ക് രാജാവിന്റെ പടിവാതിലിന് മുമ്പിൽ പട്ടണത്തിന്റെ വിശാല സ്ഥലത്ത് മൊർദെഖായിയുടെ അടുക്കൽ ചെന്നു. മൊർദെഖായി തനിക്ക് സംഭവിച്ചതൊക്കെയും യഹൂദന്മാരെ നശിപ്പിക്കത്തക്കവണ്ണം ഹാമാൻ രാജഭണ്ഡാരത്തിലേക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദ്രവ്യസംഖ്യയും അവനെ അറിയിച്ചു.
അവനെ നശിപ്പിക്കേണ്ടതിന് ശൂശനിൽ പരസ്യമാക്കിയിരുന്ന തീർപ്പിന്റെ പകർപ്പും അവൻ അവന്റെ കയ്യിൽ കൊടുത്തു. ഇത് എസ്തേറിനെ കാണിച്ച് വിവരം അറിയിപ്പാനും അവൾ രാജസന്നിധിയിൽ ചെന്ന് തന്റെ ജനത്തിനു വേണ്ടി അപേക്ഷയും യാചനയും കഴിക്കേണ്ടതിന് അവളോട് ആജ്ഞാപിപ്പാനും നോയിക്കോളണം. ഈ കാര്യം ഒരു വ്യക്തിയിലൂടെ പറഞ്ഞ സമയത്ത് 8-ാം വാക്യത്തിനോ നമ്മൾ നശിപ്പിക്കുന്നതിന് വേണ്ടി ശൂശാനിൽ പരസ്യമാക്കിയ തീർപ്പിന്റെ അതിനൊരു പകർപ്പും അവന്റെ കയ്യിൽ കൊടുത്തു. ആര് വന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ കൊടുത്തു. ഇത് എസ്തറിനെ കാണിക്കണം, വിവരം അറിയിക്കണം. രാജ സന്നിധിയിൽ ചെന്ന് തൻ്റെ ജനത്തിന് വേണ്ടി അപേക്ഷിക്കുകയും യാചന കഴിക്കുകയും അവളോട് ആജ്ഞാപിച്ചു. നീ രാജസന്നിധിയിലാണല്ലോ. ഇത് രാജസന്നിധി എവിടെന്നായി ഓർഡർ ഇറങ്ങിയത്? രാജകൊട്ടാരത്തിനകത്താ. എവിടെന്നാ പ്രശ്നം തുടങ്ങിയത്? രാജകൊട്ടാരത്തിലാണ്. രാജകൊട്ടാരത്തിൽ നിന്ന് പ്രശ്നം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു രാജ്ഞിയുണ്ട്. എനിക്ക് വേണ്ടി അവിടെ പറയുവാൻ ഒരാളെ ദൈവം എഴുന്നേൽക്കുന്നുണ്ട്. നീ രാജകൊട്ടാരത്തിലാണെങ്കിൽ നീ രാജസന്നിധിയിലാണ്. അവിടെ നീ ചെന്ന് അവിടെ കാര്യം പറയണം. ഈ വിവരങ്ങളെല്ലാം നീ വിശദീകരിക്കണം, വ്യക്തമായി പറഞ്ഞണമെന്ന് മോർദെഖായി പറഞ്ഞയച്ചു. അങ്ങനെ ഹദ്ദാക്ക് ചെന്ന് മോർദെഖായിയുടെ വാക്ക് എസ്തേറിനെ അറിയിച്ചു. എസ്തേർ മോർദെഖായിയോട് ചെന്ന് പറവാൻ ഹദ്ദാക്കിന് കൽപ്പന കൊടുത്തത് എന്തെന്നാൽ യാതൊരു പുരുഷനോ സ്ത്രീയോ നോക്കിയുള്ള 10-ാമത്തെ വാക്യത്തിൽ വ്യക്തം പറയുന്നു, യാതൊരു പുരുഷനോ സ്ത്രീയോ വിളിക്കപ്പെടാതെ രാജാവിന്റെ അടുക്കൽ അകത്തെ പ്രാകാരത്തിൽ ചെന്നുവെങ്കിൽ ജീവനോട് ഇരിക്കത്തക്കവണ്ണം രാജാവ് പൊൻചെങ്കോൽ ആ ആളുടെ നേരെ നീട്ടാഞ്ഞാൽ അയാളെ കൊല്ലണമെന്ന് ഒരു നിയമം ഉള്ള പ്രകാരം രാജാവിന്റെ സകല ഭൃത്യന്മാരും രാജാവിന്റെ സംസ്ഥാനങ്ങളിലെ ജനവും അറിഞ്ഞു. നോക്കിക്കോളാം, രാജാവിന് അന്നൊരു കൽപ്പന ഉണ്ടായിരുന്നു. രാജാവ് പൊൻചെങ്കോൽ ആ വ്യക്തിയുടെ നേരെ നീട്ടാതെ പോയി കഴിഞ്ഞാൽ ആ വ്യക്തിയെ കൊല്ലണം. ചാടിക്കയറി പോകാൻ പറ്റുന്നില്ല. ഒരു വ്യക്തിയെ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചാടി ഇന്നത്തെ കാലം പെട്ടെന്ന് കയറി പോകാൻ പറ്റത്തില്ല. അന്ന് പൊൻചെങ്കോൽ ആ വ്യക്തിയെ നീട്ടുന്ന വ്യക്തിയാൽ തൊട്ടാൽ മാത്രമേ ആ വ്യക്തിക്ക് രാജാവിൻ്റെ അടുക്കിലേക്ക് പറ്റൂ. ആ നിയമം കർശനമായി നിൽക്കുന്ന സമയത്തും എന്നുവെച്ചാൽ ആ ഒരു ചെങ്കോൽ തൊടുന്ന എസ്തറിന്റെ മേൽ വന്നിട്ടില്ല. ആ വരാതെ നിൽക്കുന്ന സമയത്ത് ആമേ പറയുകയാണ്, രാജാവിൻ്റെ സകല ഭൃത്യന്മാരും രാജാവിൻ്റെ സംസ്ഥാനത്തിലെ ജനവും അറിയുന്നു. എന്നാൽ എന്നെ ഈ 30 ദിവസത്തേക്ക് രാജാവിന്റെ അടുക്കൽ ചെല്ലുവാൻ വിളിച്ചിട്ടില്ല. രാജാവ് അങ്ങനെ ഒരു ഓർഡർ എനിക്ക് തന്നിട്ടില്ല, അനുവാദം കിട്ടിയിട്ടില്ല. ഞാൻ എങ്ങനെ പോകും? ആമേ വളരെ ടെൻഷൻ. രാജ്ഞി എസ്തർ വളരെ നിരാശ, വളരെ വേദന നടുവിലും പ്രയാസ നടുവിലും രാജാവിന്റെ കൽപ്പന ഇല്ലാതെ ആമേ ചെങ്കോൽ നീട്ടാതെ തൊടാതെ എനിക്ക് പോകാൻ അനുവാദം കിട്ടാതെ ആ നിൽക്കുന്ന അനുഭവത്തിലേക്ക് നിൽക്കുമ്പോൾ പറയാണ്, ഞാൻ പോകും? എനിക്ക് രാജകൽപ്പന കിട്ടാൻ എങ്ങനെ പോകും? ചെങ്കോൽ തൊടാതെ എങ്ങനെ പോകും? അവർ എസ്തേറിന്റെ വാക്ക് മോർദെഖായിയോട് അറിയിച്ചു. മോർദെഖായി എസ്തേറിനോട് മറുപടി പറയാൻ കൽപ്പിച്ചത് നീ രാജധാനിയിൽ ഇരിക്കയാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് നീ വിചാരിക്കണ്ട. നീ എല്ലാ യഹൂദന്മാരെ രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് നീ വിചാരിക്കണ്ട. അതുകൊണ്ട് വായിച്ചോ. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. നോക്കിക്കൊള്ളണം. ഈ സമയം മിണ്ടാതിരിക്കാൻ പാടില്ല. ഈ പ്രവർത്തിക്കേണ്ട സമയമാണ്. നീ മിണ്ടാതിരിക്കാൻ പാടില്ല. നീ രക്ഷപ്പെട്ടെന്നും പറഞ്ഞുകൊണ്ട് രാജകൊട്ടാരത്തിലാണ് എസ്തർ എന്നും പറഞ്ഞ് രക്ഷപ്പെട്ടെന്നും ഇരിക്കുകയും വേണ്ട. ഇപ്പൊ നിന്നെ രാജകൊട്ടാരത്തിലോട്ട് കയറ്റിവിട്ട് ആരാണ്? മോർദെഖായി എന്നും പറഞ്ഞുകൊണ്ട് നീ ആരാണെന്ന് ശരിക്കും രാജാവൻ അറിഞ്ഞിട്ടില്ല. നീ യഹൂദയാണെന്ന് ശരിക്കും യഹൂദ സ്ത്രീ ആണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ഈ പൊല്ലാപ്പ് നിനക്കും വരും. നീ രക്ഷപ്പെട്ടെന്നും പറഞ്ഞ് വിചാരിക്കണ്ട.
ഈ സമയത്ത് മിണ്ടാതിരിക്കേണ്ട, പ്രവർത്തിക്കേണ്ട സമയമാണ്. ദൈവമക്കളെ, മിണ്ടാതിരിക്കേണ്ട സമയമല്ല, ഈ സമയം പ്രവർത്തിക്കേണ്ട സമയമാണ്. ആമേൻ. നിങ്ങൾക്ക് ഇപ്പൊ ഇത്തിരി ഇത് നമുക്ക് ഇത്തിരി ഒരു എന്താണ് ചരിത്രമാണ് പഠിക്കുന്നത് കേട്ടോ. ഇന്ന് ചരിത്രത്തിലേക്ക് പഠിച്ചങ്ങോട്ട് കൊണ്ട് കുറച്ച് മനസ്സിലാവും ഇതെന്താണ് പഠിപ്പിക്കണേന്ന്. അടുത്ത് പറയുകയാണ്, അടുത്ത ഇട്ടാൽ നമ്മൾ മിണ്ടാതിരിക്കരുത്. പ്രതികരിക്കേണ്ട സമയത്ത് നമ്മൾ പ്രതികരിക്കേണ്ട സമയമുണ്ട്. ദൈവം നമുക്ക് ആ സമയം തന്നിട്ടുണ്ട്. ആ സമയത്തോട് നീ പ്രതികരിക്കണം. മിണ്ടാതിരിക്കാൻ പാടില്ല. അങ്ങനെ ഇരുന്നാൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാ യഹൂദന്മാരും രക്ഷപ്പെട്ടെന്ന് കൊള്ളാമെന്ന് വിചാരിക്കേണ്ട. ഈ സമയം ഉണ്ടായിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്നും ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകുമെന്നാൽ എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത്. ആർക്കറിയാം? അതിന് നോക്കിയാൽ നീ ഇപ്പൊ പ്രതികരിക്കണം, ഇടപെട്ടേ പറ്റുള്ളൂ. നീ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. രാജാവിന്റെ അടുത്താണ്. പക്ഷെ രാജ്ഞി പറഞ്ഞു, എനിക്ക് അതിനുള്ള അനുവാദം തന്നിട്ടില്ല, 30 ദിവസത്തേക്ക് എനിക്ക് അനുവാദം കിട്ടിയില്ല, ചെങ്കോലെന്നെ തൊട്ടിട്ടില്ല, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇല്ല, നീ പോയേ പറ്റുള്ളൂ, നിർബന്ധിച്ചത് എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ പ്രതികരിക്കണം, നമുക്ക് രക്ഷ നമുക്ക് വേണം. എന്നാൽ അത്രത്തോളം ആ സമയം, ഈ ടൈമിൽ നീ എഴുന്നേറ്റേ പറ്റുള്ളൂ എന്ന് തിരിച്ച് എസ്തറോട് പറയുകയാണ്. അതിന് എസ്തർ മൊർദെഖായിയോട് മറുപടി പറയാൻ കൽപ്പിച്ചത് നീ ചെന്ന് അടുത്ത മറുപടി നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടണം. സഹോദരന്മാരെ നിങ്ങൾ ചെന്ന് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടണം. നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ. നോക്കൽ ആർക്ക് വേണ്ടി ഉപവസിപ്പിൻ? എസ്തർ എന്ന് പറഞ്ഞാൽ അകത്ത് കിടക്കുന്നത് യഹൂദൻ എന്നുള്ള സ്ഥാനമാണ്. രാജകൊട്ടാരത്തിൽ നിങ്ങൾ 3 ദിവസം ശൂശാൽ ചെന്ന് തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ 3 രാവും പകലും തിന്നുകൂടി ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പിൻ. ഞാനും എന്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിന്റെ അടുക്കൽ ചെല്ലാം. നോയിക്കോളണം. അതിനെ വായിച്ചോ. എന്നാൽ ഞാൻ നശിക്കുന്നു എങ്കിൽ നശിക്കട്ടെ. അങ്ങനെ മൊർദെഖായി ചെന്ന് എസ്തർ കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തു. നോക്കിക്കോളണം. രാജ്ഞി കൊടുത്ത തീരുമാനം ഏറ്റവും നല്ല തീരുമാനം. എടുക്കുന്ന തീരുമാനം അനുഗ്രഹിക്കപ്പെട്ട തീരുമാനം. പ്രശ്നങ്ങൾ വരുമ്പോ ഇനി നിങ്ങളെല്ലാം ഇട്ടോ, മൈൻഡ് വിട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത്രയും നിങ്ങളെ പറഞ്ഞ് കേൾപ്പിക്കാനാണ് അടുത്ത സെഷനിലോട്ട് കൊണ്ടുവന്നത്. ദൈവ പൈതലെ, നീ പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും? നിനക്കൊരു പ്രശ്നം വന്നാൽ, നിന്റെ കുടുംബത്തിനകത്തൊരു പ്രശ്നം വന്നാൽ നെഞ്ചിലടിച്ച് കമന്ന് കിടക്കാനല്ല നിങ്ങൾ ചെല്ലണം. നിന്റെ ദേശക്കാരെ നീ കൂട്ടണം. 3 ദിവസം രാവും പകലും തിന്നാനോ കുടിക്കാനല്ലാതെ ഉപവാസത്തെ കാണിക്കുന്നു. ഇന്നിവിടെ 3 ദിവസം ഉപവാസം ഇവിടെ കാണിക്കണമെങ്കിൽ ആ ഒരു കുലത്തെ മൊത്തം നശിപ്പിക്കുവാൻ ശത്രുക്കെണി ഒരുക്കുമ്പോൾ അതിനെതിരായിട്ട് പ്രാർത്ഥനയാണ്, ഉപവാസമാണ് എന്ന് മനസ്സിലാക്കണം. ഉപവാസം പലതിനെയും മാറ്റിമറിക്കാൻ പോകുന്നുണ്ട്. ഉപവാസം എന്ന് പറയുമ്പോൾ ചിലർക്കത് നിസ്സാരമായിട്ടാണ്. ചിലർ ഉപവാസം എന്ന് പറയുമ്പോൾ എനിക്ക് അവിടത്തെ കാര്യമുണ്ട്, ഇവിടത്തെ കാര്യമുണ്ട്, അപ്പുറത്തെ വീട്ടിലെ കാര്യമുണ്ട്, ഇവിടത്തെ കിണറിനടുത്ത് അപ്പുറത്ത് കൊണ്ടുവയ്ക്കണം, ഇവിടത്തെ പിള്ളേടുത്ത് അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോകണം. നീ 3 ദിവസം തിന്നുകയോ കുടിക്കുകയോ ചെയ്യരുത്. അയ്യോ, അറിഞ്ഞൂടെ, എനിക്ക് ഇന്ന വിഷയമാണ്. രാജകൽപ്പനയാണ് വരാൻ പോകുന്നത്. ചെയ്തില്ലെങ്കിൽ തല പോവും. തല ഇല്ലാതെ പോയി അങ്ങനെ ആയിരിക്കും, നല്ല രസമായിരിക്കും. പ്രശ്നം വരുമ്പോ 2 കൈയും എടുത്ത് ഇടിച്ചും കൊണ്ട് ഓടുകയല്ല, നീ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് വരും ദിവസങ്ങളിൽ സഭയോട് ദൈവാത്മാവ്
നിനക്കൊരു അനർത്ഥം വരുമ്പോ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അതിനു വേണ്ടിയാണ് നിങ്ങൾ ഇത്രത്തോളം ഇവിടെ കൊണ്ടുവന്നത്. പ്രശ്നം നിന്റെ കുടുംബത്തിനകത്തൊരു പ്രശ്നം വന്നാൽ, നിന്റെ ദേശത്തിന് സഭയ്ക്കൊരു പ്രശ്നം വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യണം? ഇതൊരു കുലത്തിന് വേണ്ടി, യഹൂദന്മാർക്ക് മൊത്തത്തിലൊന്ന് പ്രശ്നം, സഭയ്ക്കൊരു പ്രശ്നം വന്നാൽ, അല്ല ദൈവമക്കളെ നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു, ബൈബിൾ പഠിപ്പിക്കുന്നു. ആമേ, പ്രശ്നം വരുമ്പോൾ പ്രശ്നം കണ്ട് ഓടിപ്പോകുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് പ്രശ്നത്തെ, ഞാൻ പറയാം, മുള്ളിനെ മുള്ളുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. നീ ദൈവത്തെ അറിഞ്ഞതുകൊണ്ടും ഞാനും നീയും ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കും. നിനക്കിരിക്കുവാൻ മനസ്സുണ്ടോ? ഒരു ആത്മഭാരം നിനക്ക് വേണം. കർത്താവേ, എനിക്കൊരു ആത്മഭാരം വേണം. ഒരു ആത്മഭാരത്തിന് വേണ്ടി ഒരുങ്ങണം. നിസ്സാരമായിട്ട് കാണരുത്. അല്ല, നാളെ എനിക്ക് ജോലിയാണ് വലുത്, 4 അടി അടിച്ചിട്ട് തന്നു കഴിഞ്ഞാൽ മെഡിക്കൽ നോക്കണം, എനിക്കാൻ വയ്യാതെ കിടക്കണത്. ദൈവ പൈതലെ, നിന്റെ ജോലിയെക്കാട്ടിലും വലുത് നിന്റെ കുടുംബത്തിനകത്ത് കഷ്ടത വന്നാൽ സഹിക്കാൻ പറ്റുമോ? അപ്പോഴും പറയും, അവിടെ ഇരിക്കുന്ന നന്മയിലാണ് എൻ്റെ കണ്ണ്, അതൊക്കെ അവിടെ ഇരിക്കേ ഉള്ളൂ. ഇന്ന് പലതിനെയും നിങ്ങൾ ഒരു പ്രശ്നത്തിൽ വരും മുമ്പേ വെളിപ്പെടുന്ന കാര്യത്തെ അഡ്വാൻസ് ആയിട്ട് വെളിപ്പെടുമ്പോൾ ആ കാര്യത്തെ നിങ്ങൾ ചെറുതായിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ കാണുന്ന പ്രശ്നത്തെ വലുതായിട്ട് കാണാതെ, നിങ്ങൾക്ക് വരുന്ന പ്രശ്നം നിങ്ങളുടെ വീട്ടിനകത്ത് കയറും മുമ്പേ നിങ്ങൾ അതിനു വേണ്ടി ഒരുങ്ങണം. കൈവിട്ടു പോയിട്ടല്ല, കൈ നഷ്ടപ്പെട്ടിട്ടല്ല, അനുഗ്രഹം ശത്രു തട്ടിയെടുക്കുമ്പോഴല്ല, പലതും നഷ്ടപ്പെടുന്ന മുമ്പേ നമ്മൾ ഒരുങ്ങണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി ദൈവസന്നിധിയിൽ നമ്മൾ സറണ്ടർ ആയേ പറ്റൂ. ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് ദൈവസഭ. ദൈവ പൈതലെ, 7 ദിവസം നിങ്ങൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുന്നുണ്ട്. 7 ദിവസം രാത്രിയും പകലും ഒരുപോലെ ക്രമീകരിക്കുന്ന ഒരുമിച്ച് കൂട്. അത് തന്നെയാണ് ദൈവസഭ എന്ന് പറയുന്നത്. വരാൻ പോകുന്ന കഷ്ടതയെ, വരാൻ പോകുന്ന വേദനയും, ഒരു പ്രശ്നം പ്രതീക്ഷിക്കാതെ ഒരു വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ? ഇന്ന് പലരും ബോധം കെട്ട് തകർന്നു പോകുമ്പോൾ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം. എല്ലാവരും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. എല്ലാവരും പറയുന്നു, എസ്തർ, നിങ്ങൾ എല്ലാവരും ഒരു ഓർഡർ ഇടുമ്പോൾ എസ്തർ രാജ്ഞി ഓർഡർ കൊടുക്കുക, രാജകൊട്ടാരത്തിൽ നിന്നും രാജ്ഞി ഓർഡർ കൊടുക്കുകയാണ്, എന്റെ ദേശത്തിൽ ശൂശാൻ ദേശത്തിൽ ചെന്ന് എല്ലാ സകലവരോടും പറയണം, എല്ലാവരും അംഗീകരിക്കണം. ഇത് ഒരു വ്യക്തിക്കല്ല, ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം സകലവർക്കും ഉള്ളതാണ്. കാര്യം എന്താണ്? ഇത് സകലവർക്കുമുള്ള അനുഗ്രഹത്തെ കുറിച്ച് പറയുകയാണ്. ഒരു പ്രതികൂലം വന്നു കഴിഞ്ഞാൽ, ഒരു വാള് വന്നു കഴിഞ്ഞാൽ അത് എല്ലാവരുടെ തലയിൽ വന്ന് വരും. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. ദൈവസഭയോട് പരിശുദ്ധ പറയുന്നു, യോ ദൈവ മക്കളെ, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. ഒരുമിച്ച് നിൽക്കേണ്ട സമയമായിട്ടുണ്ട്. നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമെങ്കിൽ വലിയ വിടുതലുകൾ കാണാൻ പറ്റും, വലിയ അത്ഭുതങ്ങൾ കാണാൻ പറ്റും. മനസ്സുകൊണ്ട് നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുമനപ്പെടുമെങ്കിൽ, ദൈവസന്നിധിയിൽ ഒരുമനപ്പെടുമെങ്കിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ഇന്ന് മനസ്സില്ല, മനസ്സോടെയല്ല. ആദ്യത്തെ ഉപവാസ പ്രാർത്ഥനയെ കുറിച്ച് രാജകൽപ്പന, ഇതാ നിനക്ക് വേണ്ടി പുറപ്പെടുന്നുണ്ട്. അതിനു വേണ്ടി നീ റെഡി ആയിക്കോ, അതിനു വേണ്ടി ഒരുങ്ങിക്കോ. ദൈവത്താൽ കഴിയാത്തത് ഒന്നുമില്ല. രാജകൽപ്പന നമുക്ക് വലുതായാലോ എന്റെ ദൈവത്തിന് മാറ്റിമറിക്കുവാൻ കഴിയും. ഏത് പ്രശ്നത്തെയും, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നത്തെയും എന്റെ ദൈവത്തിന് തീർത്തു തരാൻ പറ്റും. നിങ്ങൾ ആദ്യം ഒന്ന് വിശ്വസിക്കണം. എന്റെ ദൈവത്തിന്, നിങ്ങൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ, കർത്താവേ എനിക്ക് ഇന്നത് ചെയ്തു തരാൻ പറ്റുമോ എന്ന്? എന്റെ ദൈവത്തിന് എല്ലാം ചെയ്തു തരാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്ന അപ്പുറമായിട്ട് തരാൻ പറ്റും. കാര്യം നിങ്ങൾ ദൈവത്തെ ചെറുതായിട്ട് കാണരുത്, നിങ്ങൾ ദൈവത്തെ നിസ്സാരണക്കാരെ കാണരുത്. നിങ്ങൾ ദൈവത്തെ നിങ്ങൾ ആശ്രയിക്കുന്ന മനുഷ്യനെക്കാട്ടിലും അതിനെക്കാട്ടി ചെറുതായിട്ട് കാണരുത്. നമ്മുടെ കർത്താവ് ദൈവത്തിന്, കർത്താവ് യേശു ക്രിസ്തുവിനെ വലുതായിട്ട് കാണുമെങ്കിൽ അത് ആരുടെ മുമ്പിലാണ് ഉപവസിക്കാൻ പറയുന്നത്? ദൈവത്തിന്റെ മുമ്പിലാ, ഒരു മനുഷ്യന് മുമ്പിലല്ല, ഒരു ദൈവത്തിന് മുമ്പിലാണ്. ഇന്ന് എവിടെയും നമുക്ക് ജയിക്കണമെങ്കിൽ, പ്രതികൂലത്തെ, പ്രതിസന്ധികളെ, ദേശത്തിന്റെ മേൽ ഈ അന്ധകാരങ്ങളെ ജയിക്കണമെങ്കിൽ ഉപവാസ പ്രാർത്ഥന തന്നെയാണ്.
പരിഹാര ഉപവാസ പ്രാർത്ഥനയാണ്. സഭകൾ ഉണർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. 7 ദിവസം, 3 ദിവസം, 20 ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന വയ്ക്കുന്നു പറഞ്ഞാൽ അന്ധകാരം എന്ന് വെച്ച പ്രശ്നങ്ങൾ മാറിപ്പോകുവാൻ, നിന്റെ കുടുംബത്തിനകത്ത് പ്രശ്നം വരുന്ന മാറിപ്പോകുവാൻ, സഭയിൽ വരുന്ന പ്രശ്നം മാറിപ്പോവാൻ, ദേശത്തിന്റെ ശാപങ്ങൾ മാറിപ്പോകുവാൻ, വരാൻ പോകുന്ന അനർത്ഥങ്ങള്, എത്രയോ അനർത്ഥങ്ങൾ കടന്നു പോകുന്നുണ്ട് അല്ലേ? നമ്മൾ അറിയാതെ എത്രയോ കുടുംബങ്ങൾ. ഇന്നലെ കണ്ട വാർത്ത നിങ്ങൾ കണ്ടോ? തിരുവല്ല നടന്ന് ഓടിക്കൊണ്ടുന്ന വണ്ടിയിൽ നിന്നും 2 പേര് ഒട്ടൊപ്പര കത്തി ചാരമായി അസ്ഥികൂടമായി മാറിയത് ഇന്നലെ നടന്ന സംഭവമാണ്. ഒറ്റ പോയന്റെ മകന്റെ ലഹരി മുഖാന്തരം, ഏക മകനെന്ന് തോന്നുന്നു, ഏക മകന്റെ ഒരു അമ്മ കത്തെഴുതി വെച്ചു, അപ്പനും അമ്മയെ കത്തെഴുതി വെച്ചിട്ട് അവർ വണ്ടിക്കകത്ത് ഓടിക്കൊണ്ട് വണ്ടിയിൽ അപ്പോഴെ അവർ സ്വയം തീ കത്തി മരിച്ച അനുഭവം, വണ്ടി കത്തി അമർന്ന അനുഭവങ്ങൾ തൊട്ട് ഇന്നലത്തെ വാർത്തയിലുണ്ടെങ്കിൽ കേൾക്ക്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരെ പൊന്നുപോലെ വളർത്തിയ മോഹൻ, സ്വന്തം മകൻ ലഹരിക്ക് അടിമപ്പെട്ടെന്ന കാരണത്താൽ പ്രതീക്ഷ അനുസരിച്ച് തലമുറകൾ വരാതെ വന്നപ്പോ അപ്പനും അമ്മയ്ക്കും വേദനിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾക്കിനി ജീവിക്കണ്ട. അവരെ ജീവിതം ചിന്തിച്ചു നോക്ക്. ആ പെട്രോൾ കത്തിയാനും, പെട്രോളാണോ ഡീസലായിക്കാണോ, വണ്ടിയില്ല. ചാനൽ കാണുന്നുണ്ട്, വാർത്തയെ കാണുന്നുണ്ട്, വണ്ടിയില്ല. ചാരമായ അനുഭവം, അസ്ഥികൂടമായി എടുത്തത്. എന്നാൽ അതിനകത്തൊരു ആഭരണം ഉള്ളത് കൊണ്ട് സ്ത്രീയാണെന്ന് മനസ്സിലായി. പിന്നെയാണ് അന്വേഷിച്ച് പറഞ്ഞത് ഭാര്യയും ഭർത്താവുമാണ്. ഹല്ലേലൂയ. നമ്മൾ തൊട്ട് ദേശം നടന്ന കാര്യമാണ്, മുറിഞ്ഞപാലത്ത് നടന്നതല്ല. തൊട്ട് തിരുവല്ല ഭാഗം നടന്നൊരു ഭാഗമാണ്. ഒരു മകൻ മുഖാന്തരം പ്രതീക്ഷിക്കും ഇത് വരാതിരിക്കുവാൻ, തലമുറകൾ നശിക്കാതിരിക്കുവാൻ, നിന്റെ കുടുംബത്തിലെ മക്കൾ നശിക്കാതിരിക്കുവാൻ. ഇന്നലത്തെ വാർത്ത നീ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. മക്കൾ വഴിതെറ്റുമ്പോ, കുടുംബം നഷ്ടപ്പെടുമ്പോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ മരിച്ചു ജീവൻ തകർന്നു പോകാതിരിക്കുവാൻ ഒരു മരണത്തെ ഇവിടെയും പറയുന്നു. കുടുംബം നശിച്ചു പോകുന്നു, നിന്റെ കുലം നശിപ്പിക്കുന്നു. ശത്രു കെണി ഒരുക്കുമ്പോ നമുക്ക് വരുന്നുമ്പേ, നിന്റെ പ്രശ്ന പടിവാതിൽക്ക് വരുമ്പേ, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ കാര്യം, നമുക്കൊരു പരിഹരിച്ചു തരുവാൻ, പരിഹാരനായി, നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി മരണത്തെ പാതാളത്തെ ജയിച്ച് മരണമേ ജയം എവിടെയെന്ന നാസറായ യേശുവിന്റെ നാമത്തിൽ നമുക്ക് വേണ്ടി 2 കരങ്ങളും സ്നേഹമായ കരമായി നമുക്ക് നീട്ടുന്ന കരം നമുക്ക് ഇന്ന് നീട്ടിപ്പിടിച്ചുകൊണ്ട് മകനെ മകളെ എന്ന് മാറോട് ചേർത്ത് പിടിക്കുന്ന അപ്പന്റെ കരത്തിലേക്ക് നിന്നെയും എന്നെ കൊടുക്കുമെങ്കിൽ ആ കരം ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല എന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നുണ്ട്. പ്രശ്നം വരുമ്പോ ഇന്നലെ 2 പേർ ചാരമായ അനുഭവം, ഇത് വരാതിരിക്കുവാനാണ്. ഇത് 6 മാസമായ കേസല്ല ഞാൻ പറഞ്ഞത്, ഇന്നലെ നടന്ന കേസാ ഞാൻ ഇന്ന് പറഞ്ഞത്. തൊട്ട് ഇന്നലെ ശനിയാഴ്ച നടന്ന വാർത്തയാ. ഇന്ന് നിങ്ങൾ പലരും അറിഞ്ഞു കാണൂല, നടന്ന കാര്യമാ. സ്വന്തം മകന്റെ അനുസരണക്കേട് മുഖാന്തരം അപ്പനമ്മ ചാരമായത് അവന് കാണാൻ കൊടുത്തില്ല, അസ്ഥി കഷ്ണമായിട്ടാ കൊടുത്തത്, അസ്ഥി കഷ്ണമായിട്ടാ കൊടുത്തത്. ഇന്ന് ഇത് മാത്രം എത്രയോ വരാത്ത വാർത്തകൾ ഇന്ന് ലോകത്ത് വരുമ്പോ ഇത് വരാതിരിക്കുവാൻ നമ്മൾ ഉണർന്ന് പ്രാർത്ഥിച്ചേ പറ്റൂ, നമ്മൾ ഉപവസിച്ചേ പറ്റൂ. ഇത് ആരുടെ കുടുംബത്തിലോ, നിന്റെ കുടുംബത്തിലോ എന്റെ കുടുംബത്തിലോ ശത്രു കയറി വരാ, ഇത് വരാതിരിക്കുവാൻ പഴുതുകൾ അടച്ചു തന്നെ കയറണം, പഴുതുകളെ. അപ്പോൾ നിങ്ങൾ പറയും ഇത് അവിടെ നടന്നേലേ, ഞങ്ങൾക്കെന്ത്, നാളെ ഇവിടെ നടക്കാം. ശൂശാൻ പറഞ്ഞു ഞാൻ രാജകൊട്ടാരത്തിരിക്കുമ്പോ നിങ്ങൾ പോയി ശൂശാൻ ദേശത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അവിടെ ഒരു ഉപവാസം നീ ക്രമീകരിക്ക്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ പ്രശ്നത്തെ പ്രശ്നം കണ്ടപ്പോ അവര് മാറിയിരുന്നില്ല. പ്രശ്നം വന്ന സമയത്ത് അവര് കണ്ണടച്ചിരുന്നില്ല. പ്രശ്നം വന്ന സമയത്ത് എസ്തർ മിണ്ടാതിരുന്നില്ല. ഇപ്പൊ പ്രതികരിക്കേണ്ട സമയമാണ്. ഈ സമയം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. നമ്മളിപ്പോ ഇരിക്കേണ്ട സമയമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ടൈം ഇരിക്കേണ്ട സമയം, പ്രതികരിക്കേണ്ട സമയത്ത് നമ്മൾ പ്രതികരിച്ചില്ല എങ്കിൽ ശത്രു നമ്മുടെ തലയിൽ കയറി ജയം കൊള്ളും. അത് വരാതിരിക്കാൻ ദൈവാത്മാവ് അഡ്വാൻസ് ആയിട്ട് പറയുന്നു, സഭ ഉണർന്ന് പ്രാർത്ഥിക്കണം. ഉണർന്ന് 7 ദിവസം ഉണർന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. രാത്രിയും പകലും മുഴു രാത്രി ഉണർന്ന് പ്രാർത്ഥിക്കണം. എവിടേക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ദൈവ പൈതലേ.
ഇതൊന്നും വരാതിരിക്കുവാനാ. ആത്മാ പറയുന്നത് ഒന്നും വരാതിരിക്കുവാനാ. ഒരു അനർത്ഥം വരാതെ ഒരു വ്യക്തിയെ കണ്ടിട്ട് എത്ര ദിവസമായി? ദൈവ പൈതലേ, ആ കുടുംബം അനുഭവിക്കുന്ന വേദന ചെറുതാണോ വലുതാണോ? ഇന്ന് വാക്കുകൾ കൊണ്ട് ആർക്കും ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. ഒന്ന് സമാധാനിക്കല്ല. വേദന വേദന തന്നെയാണ്. കണ്ണിൽ മുറിവ് കണ്ടു കഴിഞ്ഞാൽ, കൃഷ്ണമണിക്ക് മുറിവേറ്റ് കഴിഞ്ഞാൽ, അത് മുറിവേൽക്കുന്ന കണ്ണിന് പറയും അത് എൻ്റെ കണ്ണിനാണ് മുറിവേറ്റത്. അടുത്തിരിക്കുന്ന ഭാര്യ ഊതിത്തരം പറയും ചേട്ടാ പോട്ടെ, ചേട്ടാ പോട്ടെ, പക്ഷെ എൻ്റെ കണ്ണിനാ മുറിവേറ്റിരിക്കുന്നത്. മുറിവേറ്റ കണ്ണിലെ കൃഷ്ണമണിക്ക് വേദന പറയൂ, നീ എത്ര ഊതിയാലും ഈ വേദന വേദന തന്നെയാണ്. ഇത് കണ്ട് ഉണർന്ന്, ഈ വേദന കണ്ട് ഉണർന്ന് നമ്മൾ ജാഗരിച്ച് നമ്മൾ എഴുന്നേറ്റേ പറ്റൂ. സഭ ഉണർന്നേ പറ്റത്തുള്ളൂ. നമുക്ക് സാഹചര്യങ്ങൾ ഒരുപാടാണ്, എല്ലാ സാഹചര്യം ഒരുപാടാണ്. എല്ലാം ശരിയായിട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഈ പറയുന്നവരും കാണൂല, കേൾക്കുന്നവരും കാണൂല. കുറെ കൂടെ ആവട്ടെ, പിന്നെ ആവട്ടെ, നാളെ ആവട്ടെ. അതുകൊണ്ട് ആ മോർത്തയ്ക്ക് പറഞ്ഞത് ഇപ്പോൾ നീ പ്രതികരിക്കേണ്ട സമയമാണ്. നീ ഇപ്പോൾ ടൈമാണ്. ദൈവം നിന്റെ സമയം, ദൈവം ഒരു സമയം തന്നിട്ടുണ്ട്. ആ സമയത്ത് ചെയ്തോളണം. നമ്മുടെ സമയത്തല്ല, നമ്മുടെ ഇഷ്ടമുള്ള സമയത്തല്ല കാര്യങ്ങൾ നടക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു സമയം വെച്ചിട്ടുണ്ട്. ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഉണർന്ന് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചാൽ, നമ്മൾ ഇപ്പോൾ ഉപവസിച്ചാൽ പ്രശ്നങ്ങളെ ദൈവ ആമേ, പ്രശ്നത്തെ ദൈവ ആമേ തുടക്കം തൊട്ട് അതിനെ എടുക്കുന്നുണ്ട്. എൻ്റെ ദൈവ പ്രശ്നത്തെ മുള്ളിനെ മുള്ളുകൊണ്ട് എൻ്റെ ദൈവത്തിന് എടുക്കാൻ അറിയാം. നിസ്സാരമായിട്ട് കാണരുത്. ആമേ, ഉപവാസ പ്രാർത്ഥനയെ നിസ്സാരമായിട്ട് കാണരുത്, അലസ്യമായിട്ട് കാണരുത്. ആമേ, ഹാലിലെ പ്രശ്നം അത്രയ്ക്കും എവിടെയാ? വാള് കഴുത്തിന്റെ മേൽ വന്ന് നിൽക്കുന്നുണ്ട്. വാള് എവിടെ വന്ന് നിൽക്കുന്നുണ്ട്? കഴുത്തിന്റെ മേൽ വാള് നിൽപ്പുണ്ട്. ഈ വാള് നീങ്ങി പോകണമെങ്കിൽ നീ ആഹാരം പോകാൻ പോകത്തില്ല, സ്തോത്ര കാഴ്ച ഇട്ട പോകത്തില്ല, ബോച്ചിൽ പൈസ ഇട്ട പോകത്തില്ല, മിഷ്യൻ ജേണിക്ക് വയ്യ പോകത്തില്ല, RCC വിട്ടുകൊടുത്താ പോകത്തില്ല. നീ നിന്നെ തന്നെ സറണ്ടർ ആക്കിയിട്ട് ദൈവസ്ഥലം ഇരുന്നേ പറ്റത്തുള്ളൂ കുഞ്ഞെ. സകലതും മാറ്റിവെച്ച് അല്ല, ഹല്ലേലൂയ, നിന്റെ ഹിതത്തിനൊത്തോടെ പോകുന്നതല്ല ദൈവ പ്രവൃത്തി. ദൈവത്തിന് ചെയ്യാൻ പറ്റും. നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? നിന്നെ തന്നെ താഴ്ത്തി കൊടുക്കാൻ പറ്റുമോ? നിന്നെ തന്നെ ഒരുമിച്ച് കൂട്ടാൻ പറ്റുമോ? നിങ്ങൾ ഒരുമിച്ച് കൂടണം. ഒരുമിച്ച് 3 ദിവസം തിന്നുകയോ കുടിക്കുവാനില്ലാതെ ആമേ ശൂശാൻ പട്ടണത്തിൽ ഒരുമിച്ച് കൂടണം. ഞാൻ വീണ്ടും പറയുന്നു, ആമേ, ഞാൻ ഇതെല്ലാം ഉപവസിക്കുക, നിങ്ങൾ ഉപവസിക്കുക. പിന്നെ എസ്തർ പറയാ, പിന്നെ നിങ്ങൾ ഉപവസിക്കുക. പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും, രാജാവിനെ വിളിച്ചില്ല എങ്കിലും, പൊൻചെങ്കോലിനെ തൊട്ടില്ലെങ്കിലും രാജാവിന്റെ അടുക്കിലേക്ക് ഞാൻ ചെല്ലും. ഉപവാസം കഴിയുമ്പോൾ ഒരു പവർ വരുന്നുണ്ട്. ഉപവസിച്ചിട്ടാ പോകാൻ പോകുന്നത്. ഉപവാസം കഴിയാതെ ഒരു കാര്യത്തിന് മേലെ ഇറങ്ങിപ്പോകരുത്. ഉപവാസം കഴിയാതെ ഒരു കാര്യത്തിനും ഇറങ്ങരുത്. രാജാവ് പറയുന്നു ചെങ്കോല് എസ്തർ തൊടാതെ 30 പോകാൻ പറ്റൂല. പക്ഷെ എസ്തർ പറയുന്നുണ്ട്, ഞാൻ ഉപവാസം കഴിഞ്ഞിട്ട് പോകാൻ പോവുകയാണ്. ചാവണമെങ്കിൽ അങ്ങ് ചാവട്ടെ, അല്ലെ മരിക്കണമെങ്കിൽ മരിക്കട്ടെ. ഒരു വഴിക്ക് ഇറങ്ങും മുമ്പേ ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുന്നുണ്ട്. നിന്റെ കുലത്തിനെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഈ ധൈര്യം എങ്ങനെ കിട്ടാൻ പോകുന്നുണ്ട്? പ്രാർത്ഥിച്ച് ഉപവസിച്ചെടുക്കാൻ പോവുകയാണ്. നിങ്ങൾ ഒരു കാര്യത്തിന് ഇറങ്ങും മുമ്പേ പ്രാർത്ഥിച്ചിട്ട് ഉപവസിച്ചിട്ട് പോകരുത്. പക്ഷെ രാജാവിന്റെ അടുക്കലേക്ക് പോകുമ്പോ എന്താ ആദ്യം പോകാന്ന് പറയുന്നത്? ഇല്ല, നിങ്ങൾ ഉപവാസം കഴിയുമ്പോൾ ഞാനും എൻ്റെ ബാല്യക്കാർത്തികളും, മോള് പറയുന്ന ഭാഗം അത് പറഞ്ഞു, അത് കഴിയുമ്പോൾ എനിക്കും വേണ്ടി ഉപവസിപ്പെന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ ബാല്യത്തെക്കാലം അങ്ങനെ തന്നെ ഉപവസിക്കണം. നിങ്ങൾ ഉപവസിക്കുമ്പോൾ ഞാൻ കൊട്ടാരം തിന്നുകൊണ്ടിരിക്കാന്ന് പറഞ്ഞില്ല. നിങ്ങൾ ശൂശാൻ പട്ടണത്തിൽ ഉപവസിക്കുമ്പോൾ ഞാനും വായിച്ചോ, ഞാനും എന്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. അങ്ങനെ എവിടെ ഉപവസിക്കും? രാജ കൊട്ടാരത്തിൽ. എനിക്ക് നിങ്ങളെ കൂടെ വരാൻ പറ്റത്തില്ല, ഞാൻ രാജ കൊട്ടാരത്തിലാണ്.
ആമേ അവിടെ എനിക്ക് ആരുണ്ട്? ബാല്യക്കാരികളുണ്ട്. അവിടെ അപ്പോൾ നോക്കിക്കോളാം, വെറുതെ വിടുന്നില്ല. അപ്പോൾ രാജ്ഞിക്കയിൽ ഉപവസിച്ചൂടെ? എൻ്റെ കൂടെ നിൽക്കണ അണ്ണന്മാർ ഉപവസിച്ചേ പറ്റൂ, കൂടെ നിൽക്കണ ചേച്ചിമാർ ഉപവസിച്ചേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ സംഭവങ്ങൾ ഞാനും എൻ്റെ കൂടെ ബാല്യക്കാരികളുണ്ട്. തിന്നുമ്പോഴും മാത്രമല്ല, ഇരിക്കുമ്പോഴും കൂടെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബാല്യക്കാരിത്തികളും ഞങ്ങൾ കൊട്ടാരത്തിനകത്ത് ഉപവസിക്കാം. കണ്ടില്ല എന്ന് പറഞ്ഞ് നടക്കരുത്. പാസ്റ്റർ വസിക്കട്ടെ, ഞാൻ വീട്ടിൽ ചെന്ന് വസിച്ചോളാം, ഉറങ്ങി വസിച്ചോളാം എന്ന് പറഞ്ഞ കളി നടക്കൂല. ഹല്ലേലൂയ. പ്രശ്നം തലയുടെ മണ്ടയിലാ പ്രശ്നം കിടക്കുന്നത്. ഹല്ലേലൂയ. ഇത് പറയുമ്പോ ഞാനും എൻ്റെ ബാല്യക്കാര്യത്തികളോ ഞങ്ങൾ രാജകൊട്ടാരത്തില് ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും. ഉപവാസം കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി പറയാൻ പോണത്, നിങ്ങൾ അവിടെ ഉപവാസം 3 ദിവസം ഉപവാസമാണെങ്കിൽ ഞാൻ ഇവിടെ 3 ദിവസം ഉപവാസം. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു യാത്ര പോകാൻ പോകുകയാണ്. ഒരു അനുഗ്രഹത്തിന്റെ യാത്രയ്ക്ക് രാജാവിന്റെ അടുക്കിലേക്ക് പോകാൻ പോകുകയാണ്. ഉപവാസം ഒരു മനത്തെ കാണിക്കുന്നു, ഒരു മനസ്സോടെ കാണിക്കുന്നു. ആരെയും മാറ്റി നിർത്താതെ ആമേ നിന്റെ കൂടെ നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുവാൻ ദൈവാത്മാ പറയുന്നു, സഭ ചേർന്ന് നിൽക്കണം. നിങ്ങൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ അനുഗ്രഹത്തിലേക്ക്, അടുത്ത സ്റ്റെപ്പിലേക്ക് സ്വർഗത്തിലെ ദൈവം കയറ്റുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ ഒരുമിച്ച് ആമേ ബാല്യക്കാരത്തി പറഞ്ഞോ, ഓ രാജ്ഞി നീ ഉപവസിര്, എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് പറ്റത്തില്ല, ഞാൻ നിന്റെ തോഴിമാർ തന്നെയാണ്, എനിക്കത് നീ വിളിച്ചപ്പോ ഉപവസിക്കുക എന്നുള്ളൊന്നും ഓർഡറൊന്നും വെച്ചില്ലല്ലോ, നിയമമൊന്നും ഉണ്ടാക്കിയില്ലോ. ഇല്ല, രാജ്ഞി ഒരു കാര്യം പറഞ്ഞ, നീ എൻ്റെ ബാല്യക്കാരത്തിൽ നാളെയായി നിൽക്കണമെങ്കിൽ ഞാൻ പറയും പോലെ കേട്ടാലേ ബാല്യക്കാരെ നിൽക്കാൻ പറ്റൂ. അതറിയാം. രാജ്ഞി എന്ത് പറഞ്ഞാലും ബാല്യക്കാരത്ത് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കണം. കാര്യം എന്താണ്? അവിടെ ഞാൻ വിശ്വാസത്തോടെ നിന്നാൽ മാത്രമേ അവിടെ ബാല്യക്കാരെ പിന്തുടരാൻ പറ്റൂ, ആ ജോലി ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് പറഞ്ഞ കാര്യം അനുസരണയോടെ ഒരു മനസ്സോടെ ഒരു മനപ്പെട്ടു. ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ ബൈബിൾ എഴുതി വെക്കുമായിരുന്നു. അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിന്റെ അടുക്കൽ ചെല്ലും, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. അങ്ങനെ മോർദെഖായി ചെന്നു എസ്തർ കൽപ്പിച്ചതൊക്കെ ചെയ്തു. എസ്തർ പറയുന്ന കാര്യം അതുപോലെ ചെയ്തു. ഒരു ധൈര്യം. ഇത് കഴിഞ്ഞിട്ട് രാജാവിന്റെ അടുത്തേക്ക് പോകും. ഞാൻ എന്നെ അങ്ങനെ കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ. ഈ ധൈര്യം എപ്പോഴാണ് എടുക്കുന്നത്? ഉപവാസം കഴിയുമ്പോൾ. ഉപവാസം കഴിയുമ്പോൾ ഒരു ബലം വരുന്നുണ്ട് കേട്ടോ, ഒരു ചങ്കൂറ്റം വരുന്നുണ്ട്, ഒരു ബലം നിനക്ക് വരുന്നുണ്ട്. പ്രതിസന്ധി ജയിക്കുവാൻ, പ്രതികൂലത്തെ ജയിക്കുവാൻ ഒരു ചങ്കൂറ്റം നിന്റെ മേൽ വന്ന് വീഴുന്നുണ്ട്. ഹല്ലേലൂയ. കരമടിച്ച് അല്പസമയം ഒരു ദൈവ സാന്നിധ്യം പകരത്തക്കവണ സഭ 7 ദിവസം ഉപവാസ പ്രാർത്ഥന ഒരുങ്ങുമ്പോ ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. അസ്ഥല ബൗഡവരാജപദീനാരകനെ വൈഡവരഞ്ജല ബൗഡവരാജപദീനാരകനെ അസ്ഥല ബൗഡവരാജപദീനാരകനം ബൗഡവര. അല്പസമയം കരമടിച്ച് എല്ലാവരും ആത്മാവിനൊന്ന് ഒന്ന് ശക്തി പ്രാപിച്ചാട്ടെ, ഒന്ന് ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഈ ഉപവാസ പ്രാർത്ഥന വെക്കുന്നത് ന്യായമാണോ? ന്യായമല്ലേ? ന്യായമുള്ളവരൊന്ന് സ്തോത്രം പറഞ്ഞേ, ഹല്ലേലൂയ പറഞ്ഞട്ടെ. ഈ ഉപവാസ പ്രാർത്ഥന പാസ്റ്ററെ ന്യായമല്ല എന്ന് പറയുന്നൊരു ഹല്ലേലൂയ പറഞ്ഞട്ടെ. ഹല്ലേലൂയ. ന്യായമാണ്. ഞങ്ങൾക്ക് കഴുത്ത് മാത്രം പോരാ, തലയും വേണം. അല്ലേ? ആമേ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് തലയും വേണം. ദൈവമക്കളെ, നമുക്കൊരു അനർത്ഥം വരാൻ പോകുന്നു കണ്ടാൽ, ഒരു കഷ്ടത നമുക്ക് വരാൻ പോണെന്ന് കണ്ടു കഴിഞ്ഞാൽ അടങ്ങിയിരിക്കരുത്. നമുക്കൊരു കഷ്ടതയാണ് വരാൻ പോകുന്നു. ദൈവമക്കളെ, കഷ്ടത വരാൻ പോണെന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന അർജുന്റെ കുടുംബത്തിൽ അനുഭവിക്കുന്ന കഷ്ടത ചെറിയ കേസൊന്നുമല്ല. ഓരോ ദിവസം ഒരു ഇഞ്ചിഞ്ചായി തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു കഷ്ടത ഒരു കുടുംബത്തിനകത്ത്. എൻ്റെ പ്രിയ ബ്രദർ കുമാർ ബ്രദർ സാക്ഷി പറഞ്ഞു, മക്കൾ ഒരു കഷ്ടത വന്നപ്പോ
ഭാര്യയിലൂടെ തകർന്നുകൊണ്ടിരിക്കുന്നു, മക്കളിലൂടെ തകർന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ അവസ്ഥകൾ നിങ്ങളെ ഭവനത്തിനകത്ത് വരുമ്പോൾ, ഓരോ കഷ്ടതയെക്കുറിച്ച് നിങ്ങൾ വരുമ്പോൾ, എന്താ നമ്മളെ കുലം മുഴുവനും നശിപ്പിക്കുവാൻ ശത്രുക്കണി ഒരുക്കുമ്പോൾ നമുക്ക് അവിടെ ജയിക്കാൻ പറ്റുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന മാത്രമല്ല, ഉപവാസം തന്നെയാണ്. ഉപവാസം എന്ന് പറയുന്നത് ഒരു ദേശത്തെ മാറ്റിമറിക്കുന്നതാണ്, ഒരു പട്ടണത്തെ മാറ്റിമറിക്കുന്നതാണ്, ഒരു നിലവേന മാറ്റിമറിക്കുന്നതാണ് ഉപവാസ പ്രാർത്ഥന. അങ്ങനെയാണ് നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ ഉപവസിക്കുക, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നീ ഉപവസിച്ച് പ്രാർത്ഥിര്. നിന്റെ തലമുറയ്ക്ക് വരാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അവരെ കഴിഞ്ഞ് കല്യാണം കഴിച്ചു, മക്കളൊക്കെ ആയി, ചെറുമക്കളായി, അവർക്ക് വീട് വെച്ചു കൊടുത്തു, എല്ലാം ശരിയായി, വീടൊക്കെ ആയി. അവരിഞ്ഞങ്ങ് നേരെ നടന്നുകൊള്ളും. ഇനി എനിക്കെന്താ, ഞാൻ എൻ്റെ കാര്യം നോക്കി ഞാനും കെട്ടിയോളും കൂടെ തിന്നും കൊണ്ട് മിണ്ടാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞ് കണക്ക് കൂട്ടരുത്. കെട്ടിച്ചു വിട്ടു, മക്കളായി, നല്ല കാര്യമല്ല. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥന വേണം കുഞ്ഞേ. അവരെ കെട്ടിച്ചു വിട്ടു, നല്ല കാര്യം, മക്കളായി, നല്ല കാര്യം, നല്ല കാര്യം, വീടായി, കൂടായി, എല്ലാം ശരി തന്നെയാണ്. ഇനി അവർ എങ്ങനെയെങ്കിലും ആയിക്കൊണ്ടെന്ന് പറഞ്ഞ് ഇരിക്കരുത്. നിങ്ങളുടെ ഒരു പ്രാർത്ഥന ഒരു കുടുംബത്തിന് ആവശ്യമാണ്. നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. അമ്മാമ്മയുടെയും അപ്പാപ്പൻ്റെയും പ്രാർത്ഥന ആ കുടുംബത്തിന് ഭയങ്കര അനുഗ്രഹമാണ്. അമ്മയുടെ പ്രാർത്ഥന മകൾക്ക് ഭയങ്കര ആശ്വാസമാണ്. ആമേ, ഹല്ലേലൂയ. മറ്റാരും പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിലും ആ കുടുംബത്തിൻ്റെ അപ്പൻ പ്രാർത്ഥിക്കുന്നത് ഭയങ്കര ആശ്വാസമാണ്. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് നിൽക്കുമെങ്കിൽ, നമ്മൾ ഒരുമിച്ച് നിൽക്കുമെങ്കിൽ ചില വിടുതലുകൾ വരും ദിവസങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരുമിച്ച് നിൽക്കുമെങ്കിൽ, ബൈബിൾ വീണ്ടും പറയുന്നു, ഒരുമിച്ച് നിൽക്കണം, ഒരുമിച്ച് നിൽക്കണം. ഒരുമിച്ച് നിൽക്കുമെങ്കിൽ വലിയ ദൈവ പ്രവൃത്തികൾ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇതാ 5-ാം വാക്യത്തിൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സമയം വളരെ അതിക്രമിച്ചു കടന്നുപോയി. നിങ്ങൾ കുറേ വചനത്തിലൂടെ കൊണ്ടുവന്നു. അടുത്ത് നമ്മുടെ അനുഗ്രഹത്തിന്റെ വിടുതലിലേക്ക് നമ്മൾ വരുമ്പോൾ അവസാനം നിങ്ങൾ ചിരിച്ച് മണ്ണ് കപ്പാൻ പോവുകയാണ്. ഹാമാൻ എവിടെ കിടന്ന് എസ്തറിന്റെ കാൽച്ച് വെട്ടി കിടന്ന് വരുന്നതും ആ സമയത്ത് രാജാവ് കണ്ടുകൊണ്ട് വരുമ്പോൾ ചോദിക്കും, നീ എൻ്റെ രാജ്ഞിയെ കയറി പിടിച്ചോ? നിന്റെ ഉപവാസമാണ് അന്തപുരത്തിനകത്ത്, അന്തപുരത്തിന്റെ കട്ടിലിന്റെ അടുവില് ഹാമാനെ കൊണ്ടിരുത്തുന്നത് നിന്റെ ഉപവാസ പ്രാർത്ഥനയാണ്. പള്ളിയറയിൽ, രാജകൊട്ടാരത്തിൽ പള്ളിയറയുണ്ട്. അത് രാജാവിന് മാത്രമേ പ്രവേശിക്കാൻ പറ്റൂ. രാജ്ഞി ഉറങ്ങുന്ന പള്ളിയറയിൽ ഹാമാനെ കാണണമെങ്കിൽ പള്ളിയറയ്ക്കകത്ത് ആരാ കാണണേ? രാജാവിന് മാത്രമല്ലേ കയറാൻ പറ്റൂ. ഇപ്പം എല്ലാ ഉന്നത സ്ഥാനം കൊടുത്തിരിക്കണ ഹാമ ഇതാ വന്ന് കിടക്കണം. അവിടെ എത്തിക്കണമെങ്കിൽ സ്വർഗത്തിലെ ദൈവം വലിയവനായതുകൊണ്ടാണ്. ഇതാ, നീ ഞങ്ങൾക്കെതിരായിട്ടൊരു കെണി വെച്ചാൽ, ഹല്ലേലൂയ, ഒരു കഴുകുമരം ആർക്ക് മോർത്തയ്ക്കായി ഒരുക്കിയിട്ട് വന്നിട്ട് അതേ അവസ്ഥയിൽ ദൈവം തൂക്കുന്നുണ്ട്. നിന്റെ ഉപവാസ പ്രാർത്ഥനയാണ്. ഇത് പറഞ്ഞ് തീർക്കാൻ പറ്റുന്നില്ല, എനിക്ക് മൊത്തം അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇതിനകത്ത് ഒരുപാട് പ്രസംഗങ്ങൾ കിടക്കുന്നുണ്ട്, ഇതിനകത്ത് ഒരുപാട് അനുഗ്രഹങ്ങൾ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് തീർക്കാൻ പറ്റുന്നില്ല. ഉപവാസത്തിന്റെ ഇന്ന് ഈ ചാനലിലൂടെ കേൾക്കുന്നവരോട് പറയുക, നിന്റെ ഉപവാസത്തിന്റെ മറുപടി കാൽച്ചുവട്ടിൽ കൊണ്ടുവന്നിരിക്കും. നിന്റെ ഉപവാസത്തിന്റെ മറുപടി കാൽച്ചുവട്ടിൽ കൊണ്ടുവരത്തക്കവണ്ണം സ്വർഗം പ്രവർത്തിക്കുന്നുണ്ട്. ഇത് കേൾക്കുക. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിൽ ഇത് പ്രസംഗിക്കും. ഉപവാസം എവിടെ മറുപടി എങ്ങനെ കിട്ടും? നിങ്ങൾ ഇപ്പൊ ഇരിക്കും, ഞങ്ങൾക്ക് ഉപവസിച്ച എങ്ങനെ മറുപടി കിട്ടും? മറുപടി കിട്ടുന്നുണ്ട്. നിന്റെ പ്രശ്നത്തെ കാൽച്ചുവട്ടിൽ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന കഷ്ടത, രോഗങ്ങൾ, പ്രയാസങ്ങൾ, അത് നിങ്ങൾക്കെതിരെ തല ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങളെ ദൈവം കാൽച്ചുവട്ടിലാക്കി തരുന്നുണ്ട്. അതുമേ ചവിട്ടുന്നുണ്ട്. കാൽച്ചുവട്ട് നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഞാൻ അതിനെ ചവിട്ടി പിടിച്ചിട്ടുണ്ട്. സ്വർഗം പറയാൻ പോകുകയാണ്, നീ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ എന്റെ കർത്താവ് ചവിട്ടി പിടിച്ചിട്ടുണ്ട്.
ഇപ്പൊ കാഴ്ചവെട്ടി തരുന്ന ആക്കി തരുന്നതാണ് ഉപവാസ പ്രാർത്ഥന. നിങ്ങളുടെ പ്രശ്നത്തെ, ഇപ്പൊ തലമേൽ കിടക്കുന്ന പ്രശ്നം, കടഭാരങ്ങൾ, രോഗങ്ങൾ, ചില ശാപങ്ങൾ, ചില പാപങ്ങൾ, അനർത്ഥങ്ങൾ, ഇതെല്ലാം കാഴ്ചവെട്ടിലേക്ക് ദൈവം, കാഴ്ചവെട്ടിലേക്ക് തേളുകളെ പാമ്പുകളെ ചവിട്ടും അധികാരം തന്ന യേശു ക്രിസ്തു നാമത്തിൽ പറയുന്നു, ഇത് നിന്റെ കാഴ്ചവെട്ടിലേക്ക് ഉപവാസ പ്രാർത്ഥന വരുന്നുണ്ട്. നിന്നെ തകർക്കത്തില്ല, നിന്നെ മുടിക്കത്തില്ല. ദൈവനോടൊരു കാര്യം പറയാൻ പോകുന്നു. ചില സ്ഥലങ്ങളിൽ ശ്രദ്ധിച്ചേക്ക്, ഞാൻ നിർത്താൻ പോവാ. ചില സ്ഥലങ്ങളിൽ നിങ്ങളെ ഒതുക്കപ്പെട്ടു. ചില സ്ഥലങ്ങളിൽ ചില സാഹചര്യത്താൽ നിങ്ങളെ ഒതുക്കപ്പെട്ടു. കയറി വരാൻ പറ്റുന്നില്ല. ഒതുക്കപ്പെട്ടു. നിങ്ങൾ ഒതുങ്ങിയതല്ല, ഒതുക്കിയതാ. ശത്രു നിങ്ങളെ ഒതുക്കിയതാ. ഈ കേൾക്കുന്ന നിങ്ങൾ മാത്രമല്ല, ചാനൽ കേൾക്കുന്ന ഒരുപാടുണ്ട്. പതിനായിരക്കണക്കിന് കേൾക്കുന്നവരുണ്ട്. ഞാൻ അവരോട് പറയാ, ഈ പറയുന്ന എല്ലാവരോടും പറയാ, ചില സാഹചര്യങ്ങളിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിങ്ങളെ ഒതുക്കപ്പെട്ടു, ഒതുക്കിയതാ. പരിശുദ്ധാത്മാവിനോട് ഒരു കാര്യം പറയുന്നു, നിങ്ങൾ ആ സ്ഥലത്ത് നിന്നും പൊക്കിയെടുക്കുന്നുണ്ട്. വിശ്വസിക്കേ. ഒതുങ്ങിയ സ്ഥലത്ത് നിന്നും വിശ്വസിച്ചേറ്റെട്. ദൈവാന് ആത്മാ പറയുന്നൊരു കാര്യമാ, നിങ്ങളെ ദൈവം അവിടുന്ന് പൊക്കിയെടുക്കുന്നുണ്ട്. നിങ്ങൾ ഏത് സാഹചര്യത്തിൽ ഒതുങ്ങിപ്പോയോ, ഏത് സാഹചര്യത്തിൽ ഒതുങ്ങിപ്പോയോ, എന്റെ ദൈവം നിങ്ങളെ പൊക്കിയെടുക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവർ കാര്യം അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തോ. ഒതുങ്ങിപ്പോയവരെ ദൈവം പൊക്കിയെടുക്കുന്നുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥന പൊക്കിയെടുക്കുന്നതാ. ഈ ഉപവാസ പ്രാർത്ഥന ഒതുങ്ങിപ്പോകാനല്ല. ഈ ഉപവാസ പ്രാർത്ഥന നടക്കാൻ പോകുന്ന ഒതുങ്ങിപ്പോകാനല്ല, നിന്നെ പൊക്കിയെടുക്കുവാനാ. ഒതുക്കിയെടുത്തെന്നോ ആമേ വിട്ടോടെ ദൈവം അവിടുന്ന് ഉയർത്തിയെടുക്കാൻ പോകുന്നുണ്ട്. ഒരു വിശാലതയ്ക്ക് ദൈവം കൊണ്ടുവരുന്നുണ്ട്. ഒരു നിമിഷം നമുക്ക് കണ്ണടയ്ക്കാം. നിൽക്കുമ്പോ തന്നെ പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് അനുഗ്രഹിക്കാനായി സ്തോത്രം. ഇന്ന് കേട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഉപവാസം ഞങ്ങളുടെ ജീവിതത്തിൽ ശ്വാസമാണ്. ഉപവാസം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പ്രാണനാണ്, അത് ഞങ്ങളുടെ ശ്വാസമാണ്. ഞങ്ങൾക്കതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഞങ്ങളുടെ തലമേൽ കുമിഞ്ഞു കിടക്കുന്ന പ്രശ്നങ്ങളെ, കഷ്ടതകൾ, ഞങ്ങൾക്ക് വരാൻ പോകുന്ന അനർത്ഥങ്ങൾ, കഷ്ടതകൾ, രോഗങ്ങൾ, ശാപങ്ങൾ, ഇത് മാറിപ്പോകുന്ന ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരംഭിക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ അപ്പന്റെ കര കൂടെ ഇരിക്കണം. ഈ വചനം എന്ന് കേൾക്കുന്നവർക്ക് എവിടെ ഇരുന്ന് കേട്ടാലും ഈ വചനം അവിടെ ജീവിതത്തിൽ ഒതുങ്ങിപ്പോയെടുത്ത്, ശത്രു ഒതുക്കി വെച്ചെടുത്തെന്നും എന്റെ ദൈവം അടർത്തിയെടുത്ത്, കർത്താവെ ഒന്ന് അടർത്തിയെടുത്ത് അവിടുന്ന് മാറ്റി ഒരു വിശാലതയ്ക്ക് ദൈവം കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ടവർക്ക് വലിയ വിടുതൽ സംഭവിക്കണം. അവരുടെ കുടുംബങ്ങൾക്ക് വിടുതൽ സംഭവിക്കണം. തലമുറകൾക്ക് വിടുതൽ സംഭവിക്കണം. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ചാനലിലൂടെയും ലോകമെമ്പാടും കേൾക്കുന്ന സകലവർക്കും ഇതൊരു അത്ഭുതത്തിന്റെ ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല, ഒരു ശത്രുവിനെ നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. നീ ദൈവത്തെ അറിഞ്ഞവനാ. ഒരു വ്യക്തിയുടെ മുമ്പിൽ മുട്ടുകുത്തത്തില്ല. അപ്പന്റെ മുമ്പിൽ അല്ലാതെ ഒരു മനുഷ്യന്റെ മുമ്പിൽ നമസ്കരിക്കത്തില്ല. അപ്പന്റെ മുമ്പിൽ അല്ലാതെ ഞാൻ നമസ്കരിക്കത്തില്ല. മനുഷ്യന്റെ മുമ്പിൽ നമസ്കരിക്കത്തില്ല. ഞാൻ കുമ്പിടത്തില്ല. എന്റെ സ്വർഗത്തിന്റെ മുമ്പിൽ മാത്രമേ ഞാൻ കുമ്പിടത്തുള്ളൂ. കർത്താവേ, വരുന്ന പ്രതിസന്ധിയെ ജയിക്കുവാനുള്ള കൃപയും ബലവും അഭിഷേകവും എന്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലരുടെ മേൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കണം. God bless you. Amen.